സമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം സദസ്മൃതിപുരാണാനാം ആലയം സൂത്രഭാഷകൃതോ വന്ദേ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ഗുണധാരണകൾ സ യഥോർണനാഭിസ്തന്തുനോച്ചരേ യഥാഗ്നേ ക്ഷുദ്രാവിസ്ഫുലിംഗാ വിച്ചരന്തി ഏവമേവാസ്മാദാത്മനഃ സർവേ പ്രാണാഃ സർവേ ലോകാഃ സർവേ ദേവാഃ സർവാണി ഭൂതാനി വിച്ചരന്തി. തസ്യോപനിഷത് സത്യസ്യ സത്യമിതി. പ്രാണാ വൈ സത്യം തേഷാമേഷ സത്യം. ഇവിടെ നിരവയസ്യ പരമാത്മനോ സംസാരിണഃ സംസാരീകദേശകൽപ്പന ന്യായ. പരമാത്മാവിന്റെ അംശമാണ് ജീവാത്മാവ്. സാധാരണ പറഞ്ഞു വരുന്നതാണ്. ഭഗവാനും പറഞ്ഞിരിക്കുന്നു, മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ, എന്റെ അംശമാണ്. അപ്പോൾ അതെന്തിനു വേണ്ടി ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു, ഏകത്വപ്രത്യയദാർഢ്യായ. അത് പറഞ്ഞിരിക്കുന്നത് ഭേദജ്ഞാനത്തിന് വേണ്ടിയല്ല, ഏകത്വ ജ്ഞാനത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടി. അത് മുമ്പും പറഞ്ഞു. ഏകത്വജ്ഞാനം ഉണ്ടായാൽ പോരാ, ആ ജ്ഞാനം ദൃഢമാകണം. ജ്ഞാനത്തിന്റെ ദൃഢത സംശയാദി ദോഷങ്ങളില്ലാതെ ഇരിക്കണം. അതിനു വേണ്ടിയിട്ടാണിത് പലതരത്തിൽ പറയുന്നത്, ചിന്തിക്കാൻ വേണ്ടി. അതുകൊണ്ട് പരമാത്മാവിന്റെ അംശമാണ് ജീവാത്മാവെന്ന് പറയുന്നത് അദ്വൈത മതമനുസരിച്ച് ശരിയല്ല. അത് പരോപാധികൃത ഏകദേശ പരസ്യ ഘടകരകാദ്യ ആകാശവും സാധാരണ പറയാറുണ്ടല്ലോ, വീട്ടിന്റെ അകത്തുള്ള ആകാശം, പാത്രത്തിനകത്തുള്ള ആകാശം, ഇങ്ങനെയെല്ലാം പറയുന്നത് പോലെ മറ്റൊരു ഉപാധി കൊണ്ട് ആണ് അംശം ആകുന്നത്. സാധാരണ അദ്വൈതികളും പറയാറുണ്ടല്ലോ, ആകാശം പോലെയാണ്. ആകാശത്തിൽ പല ഉപാധികൾ വരുമ്പോൾ, പാത്രങ്ങൾ ഉപാധിയാകുമ്പോൾ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് ഘടത്തിന്റെ അകത്തുള്ള ആകാശം, കരകം അത് പാത്രമാണ്, അതിനകത്തുള്ള ആകാശം, വീടിന്റെ അകത്തുള്ള ആകാശം എന്നെല്ലാം പറയും. അപ്പോൾ വാസ്തവത്തിൽ ആകാശം ഒന്ന് തന്നെ. അതുപോലെ സ്വീകരിച്ചുകൂടെ പറയുന്ന തഥാ തത്ര വിവേകിന പരമാത്മേകദേശ പൃഥക് സംവ്യവഹാര ഭാഗിതി ബുദ്ധിരുത്പദ്യതേ. ശരി, അങ്ങനെ സ്വീകരിക്കാം, അത് സമ്മതമാണ്. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു തത്വത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ അറിയുന്ന ഒരാൾ എന്താണ് ആകാശം,
എന്താണ് മഠാകാശം എന്നൊക്കെ അറിയുന്ന ആളൊരിക്കലും ആകാശത്തിൽ നിന്ന് വേറെയാണിത് എന്ന് പറയത്തില്ല. രണ്ടും കൂടെ ശരിയാകില്ല. ഈ ജീവാത്മാവിനെ അംശമെന്ന് പറയുന്നത് ഉപാധി കൊണ്ടാണെന്ന് പറയുകയും അതേസമയം ആ അംശം ആ പരമാത്മാവിൽ നിന്ന് വേറെയാണെന്ന് പറയുകയും ചെയ്യും. അത് ശരിയാകില്ല. പൃഥക് സംവ്യവഹാരം, പൃഥക് വ്യവഹാരം എന്ന് പറഞ്ഞാൽ വീടിന്റെ അകത്തുള്ള ആകാശം എന്ന് പറയുന്നത് കൊണ്ട് ആകാശത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള ഭേദവും വരത്തില്ല. ആകാശം തന്നെ അത് അംഗീകരിക്കത്തില്ല. നിങ്ങൾ പറയുന്നത് എന്താണോ ഉപാധി കൊണ്ട് ഭേദം വരുന്നു എന്നാണ്. സിദ്ധാന്തി പറയുന്നത് എന്താണ്? ഉപാധി കൊണ്ട് ഭേദം വരത്തില്ല. പിന്നെ ഉപാധി കൊണ്ട് ഭേദം വരുന്നത് പോലെ തോന്നുന്നു എന്ന് പറയുമ്പോൾ ഒരു ജീവന്റെ അനുഭവം താൻ പരമാത്മാവാണ് എന്ന് ആർക്കും തോന്നുന്നില്ല. മറിച്ച് ഞാൻ തന്നെ കുറിച്ച് അത്രേ അനുഭവമുള്ളൂ, ഞാൻ എന്നുള്ള അനുഭവം. ഇതാണ് വ്യവഹാരം. അനുഭവം, പ്രവൃത്തി, വാക്ക് എല്ലാം വ്യവഹാരമാണ്. എല്ലാവർക്കും അനുഭവമുണ്ട്, ഞാൻ എന്നുള്ള ഒരു അനുഭവം. ആർക്കും തന്നെ ഞാൻ പരമാത്മാവാണ് അങ്ങനെ ഒരു അനുഭവം. പക്ഷെ വിവേകികളാണെങ്കിൽ മനസ്സിലാക്കുന്നു താൻ പരമാത്മാവ് തന്നെ. പക്ഷെ അവിടെ പിന്നെ എന്തുകൊണ്ട് വേണ്ടി ഞാനെന്നുള്ള ഒരു വ്യവഹാരം ഉണ്ടാകുന്നു? പൃഥക് വ്യവഹാരം. അത് ഒന്നായിട്ടും അങ്ങനെ ഒരു വ്യവഹാരം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു വ്യവഹാരം ഉണ്ടാകുന്നതുകൊണ്ട് താൻ പരമാത്മാവിൽ നിന്നും വേറെയാകുന്നില്ല. അതാണ് വിവേകിയുടെ അനുഭവം. വ്യവഹാരത്തെ അംഗീകരിക്കുന്നു. വ്യവഹാരത്തെ അംഗീകരിച്ചേ പറ്റൂ. ഞാൻ എന്നുള്ള വ്യവഹാരം ഉണ്ടാകുന്നു, ഞാൻ സുഖിയാണ് ദുഃഖിയാണെന്നുള്ള വ്യവഹാരം ഉണ്ടാകുന്നു, ജനിക്കുന്നവനാണ് മരിക്കുന്നവനെന്നുള്ള വ്യവഹാരം, പുരുഷനാണ് സ്ത്രീയാണെന്നുള്ള വ്യവഹാരം. ഇത്തരം വ്യവഹാരങ്ങളെന്ന് വെച്ചാൽ ഇത്തരം അനുഭവങ്ങളും വാക്കും പ്രവൃത്തിയും എല്ലാം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ വിവേകികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് താൻ പരമാത്മാവിന്റെ അംശമാണെന്നോ അല്ലെങ്കിൽ പരമാത്മാവിൽ നിന്ന് വേറെയാണെന്നോ കരുതുന്നില്ല. അതുകൊണ്ട് ഉപാധി കൊണ്ട് വ്യവഹാരം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് സിദ്ധാന്തിക്ക് സമ്മതമാണ്. പക്ഷെ അതുകൊണ്ട് പരമാർത്ഥത്തിലൊരു ഭേദം അല്ലെങ്കിൽ അംശ-അംശി ബന്ധം, പരമാത്മാവ് അംശിയാണ്, ജീവൻ അംശമാണ്, സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പറയുന്നതിൽ പകുതി പൂർവക്ഷി പറയുന്നതിനോട് യോജിക്കുന്നു. പകുതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടാകുന്നു, ഞാൻ സുഖി ദുഃഖി, ഞാൻ അറിയുന്നു അറിയുന്നില്ല. ഇത്തരം ഒരു വ്യവഹാരം സംഭവിക്കാം. അതിന് കാരണം ഉപാധിയാണ്. പക്ഷെ അതുകൊണ്ട് അങ്ങനെ ഒരു വ്യവഹാരം ഉള്ളതുകൊണ്ട് തത്വത്തിൽ ഭേദം വരുന്നില്ല, പരമാർത്ഥമായി ഭേദം വരുന്നില്ല. പരമാർത്ഥമല്ലാതെ ഭേദത്തെ അംഗീകരിക്കുന്നു. അവിവേകിനാം വിവേകിനാം ഉപചരിത ബുദ്ധിദൃഷ്ടേതി ചെയ്യും പറയുന്നു. ഇതൊരു ഉപചാരദൃഷ്ടിയായി, ഗൗണദൃഷ്ടിയായി എടുക്കുക. അതിന് ഉദാഹരണം പറയുന്നു, മഞ്ചാഹ ക്രോസന്തി. മഞ്ചത്തിൽ ഇരിക്കുന്ന ആൾക്കാർ നിലവിളിക്കുകയാണ്, ഹോയ് ഹോയ് എന്ന് നിലവിളിക്കുന്നു. അത് മഞ്ചത്തിൽ ഇരിക്കുന്നവരാണ്. കാട്ടുമൃഗങ്ങളും മറ്റും വെള്ള തിന്നാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കാൻ കിട്ടുന്ന ചെറിയ കുടിലാണ് മഞ്ചം. അതിലിരുന്ന ആൾക്കാർ നിലവിളിക്കുകയാണ്. അപ്പോൾ ഒരാളെ ദൂരെ നിന്നുകൊണ്ട് പറയുന്നു മഞ്ചാഹ ക്രോസന്തി. മഞ്ചം എന്ന് പറഞ്ഞാൽ കുടിലാണ്, അല്ലെങ്കിൽ ഇരിക്കാൻ പാകത്തിൽ കിട്ടിയ മഞ്ചൽ എന്നൊക്കെ പറയും, കാവൽ മാടം. അത് നിലവിളിക്കുമില്ല. എന്നാലും പറയുന്നു, ദൂരെ നിന്ന് കേൾക്കുന്നവർ വിളിക്കുന്നു, എന്താ ശബ്ദിക്കുന്നത്? മഞ്ചാഹ ക്രോസന്തി എന്ന് പറയുന്നു.
അപ്പോൾ ആ പറയുന്നതാണ് അറിയാം, മഞ്ചം വേറെയാണ്, ജലമാണ്, അതിലിരിക്കുന്നവരാണ് വാസ്തവത്തിൽ നിലവിളിക്കുന്നത്. ഇതെല്ലാം വ്യക്തമായി അറിയാം, ഭേദബുദ്ധിയുണ്ട് അവർക്ക്. എന്നാലും ഇങ്ങനെ പറയുന്നു മഞ്ചാഹ. അങ്ങനെ അറിഞ്ഞുകൊണ്ട് പറയുമ്പോൾ അതിനെ ഗൗണം പ്രയോഗം എന്ന് പറയും. എന്നുവെച്ചാൽ അത് ഭ്രാന്തിയല്ല. ഭ്രാന്തി എന്ന് പറയുമ്പോൾ അറിയുന്നില്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മഞ്ചാഹ ക്രോശന്തി എന്ന് പറയുന്നയാളിന് അറിയാം നിലവിളിക്കുന്നത് മഞ്ചമല്ല, മഞ്ചത്തിലിരിക്കുന്നവരാണ്. അങ്ങനെ ഒരു ബോധത്തോടുകൂടി തന്നെ അയാൾ പറയുകയാണ് മഞ്ചം നിലവിളിക്കുന്നു. അപ്പോൾ മനുഷ്യൻ നിലവിളിക്കുന്നു എന്ന് പറയുന്നതിന് പകരം മഞ്ചം നിലവിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ്. അയാൾക്ക് ഭ്രാന്തിയൊന്നുമില്ല. അപ്പോൾ മനുഷ്യനെന്ന് പറയേണ്ടതിന്റെ സ്ഥാനത്ത് മഞ്ചം എന്ന് പറഞ്ഞു. ഇതാണ് ഗൗണം. അതുപോലെ ഗൗണമായി പറയുകയാണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ ഒരു ഭ്രാന്തിയില്ല. ഉപാധികൾ കൊണ്ട് ജീവാത്മ പരമാത്മ ഭേദം എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഭ്രാന്തിയാണെന്ന് സ്വീകരിക്കേണ്ടി വരും. ഞാൻ സുഖിയാണ് ദുഃഖിയാണ് എന്നും മറ്റുള്ള അനുഭവം, ഞാൻ ജനിക്കുന്നു മരിക്കുന്നു എന്നുള്ള അനുഭവം. കാരണം താൻ പരമാത്മസ്വരൂപനാണെങ്കിൽ അവിടെ ഇതൊന്നും സംഭവിക്കാൻ പാടില്ല. പരമാത്മാവിൽ എവിടെയാ സുഖദുഃഖം, ജനന മരണം. പക്ഷെ താൻ അങ്ങനെ ആയിരുന്നിട്ടും അങ്ങനെ സംഭവിക്കുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നു? താൻ പരമാത്മാവാണെന്ന് അറിയാത്തതുകൊണ്ട്, മറിച്ചുള്ള അവിദ്യാപ്രത്യയങ്ങളുള്ളതുകൊണ്ട്. ഇത് ഭ്രാന്തിയാണ്. മറിച്ച് ഗുണമായിക്കൂടെ? അല്ല, ഗുണം ഉള്ളിടത്ത് ഭ്രാന്തിയില്ല, അറിഞ്ഞുകൊണ്ട് പറയുന്നു. അല്ല, ഇതിന് വ്യത്യാസമുണ്ട്. എന്താണ്? എന്നാ അവിവേകിനം മിഥ്യാബുദ്ധിത്വ, വിവേകിനാം ച സംവ്യവഹാരം മാത്ര ആലംബനാർത്ഥത്വ. ഈ ഒരു അനുഭവം, ഞാൻ സ്ത്രീയാണ് പുരുഷനാണ് അല്ലെങ്കിൽ സുഖിയാണ് ദുഃഖിയാണ് എന്നുള്ള ഈ അനുഭവം, ഈ അനുഭവത്തെ നിഷേധിക്കുന്നില്ല. ഇത് സർവ്വസാധാരണമാണ്. ജ്ഞാനിയായാലും അജ്ഞാനിയായാലും എല്ലാവർക്കും ഉണ്ട്. ആ തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ, പരമാർത്ഥത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ അനുഭവങ്ങൾക്ക് അതുകൊണ്ട് മാറ്റം വരുമോ? ഇല്ല എന്നവിടെ പറയും. ആ തത്വബോധം ഉണ്ടാകുന്നതിന് മുമ്പ് എന്തനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത് അത് തന്നെ വീണ്ടും തുടരും. അഹം എന്ന് പറയുന്ന ആ ബോധത്തെ ആശ്രയിച്ച്, ജീവബോധത്തെ ആശ്രയിച്ച് വരുന്ന എല്ലാ അനുഭവങ്ങളും അതുപോലെ തന്നെ തുടരും. അതിനൊന്നും മാറ്റം വരില്ല. അനുഭവത്തിന് മാറ്റം വരുന്നത് ചിത്തസംസ്കാരത്തെ ആശ്രയിച്ചിട്ടാണ്. ഒരാളുടെ ചിത്തത്തിൽ എന്ത് സംസ്കാരമാണോ ആ സംസ്കാരത്തിനനുസരിച്ച് അനുഭവം വരും. കോപതാപങ്ങൾ, കാമക്രോധാദികളെല്ലാം ദൃഢമാകുന്നതും തനുവാകുന്നതുമെല്ലാം അവനവന്റെ സംസ്കാരം അനുസരിച്ചിട്ടാണ്. അതിന് തത്വജ്ഞാനമായിട്ട് ബന്ധമൊന്നുമില്ല. അത് പ്രകൃതിക്കനുസരിച്ച്, പ്രകൃതി എങ്ങനെയോ അതങ്ങനെ തന്നെ പോകും. തത്വജ്ഞാനത്തിൽ അതിനൊന്നും ചെയ്യാനില്ല. സംസ്കാരം എങ്ങനെയോ അങ്ങനെ തന്നെ പോകും. പിന്നെന്താ ജ്ഞാനിയും അജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം? രണ്ടുപേരുടെ അനുഭവം ഒരുപോലെയാണ്. വേറെ തരത്തിൽ പറഞ്ഞാൽ പുരുഷൻ സ്ത്രീ എന്നുള്ള അനുഭവം, പുരുഷന് തത്വജ്ഞാനം വന്നാൽ സ്ത്രീയാകും, സ്ത്രീക്ക് തത്വജ്ഞാനം വന്നാൽ പുരുഷനാകും. അതൊന്നുമില്ല. ആ അനുഭവങ്ങൾ അതുപോലെ തന്നെ തുടരും. എന്തുകൊണ്ടത് ആ ജീവന്റെ സംസ്കാരത്തെ ആശ്രയിച്ചുള്ളതാണ്. അത് തത്വജ്ഞാനത്തെ ആശ്രയിച്ചുണ്ടായതല്ല. തത്വജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉള്ളതാണ്.
താൻ പരമാത്മാവാണ് എന്നുള്ള ബോധമുണ്ടായി. അപ്പോൾ അതിന് മാറ്റം വരേണ്ടതല്ലേ? അതുവരുണ്ടായിരുന്ന അനുഭവത്തിന് മാറ്റം എന്തായിരുന്നു? അവിവേകിന മിഥ്യാബുദ്ധിത്വ. അവിവേകിയെ സംബന്ധിച്ചിടത്തോളം, അജ്ഞനെ സംബന്ധിച്ചിടത്തോളം താൻ തന്റെ സ്വരൂപം അത് സത്താണ്, താൻ പരമാത്മസ്വരൂപമാണ്, ഈ ഒരു ബോധമില്ല. മറിച്ച് ആ ബോധം വരേണ്ട സ്ഥാനത്ത് അവിടെ താൻ പുരുഷനാണ്, സ്ത്രീയാണ്, വൃദ്ധനാണ്, യുവാവാണ്, സുഖിയാണ്, ദുഃഖിയാണ്, കാമിയാണ്, ക്രോധിയാണെന്നെല്ലാം ധരിക്കുന്നു. അപ്പൊ തന്റെ സ്വരൂപത്തിൽ മറ്റൊരു ബോധം ഉണ്ടാവുക, അത് ഭ്രാന്തിയാണ്. അപ്പൊ അവിവേകി ആ ഭ്രമത്തിലാണ്. തന്റെ സ്വരൂപം വാസ്തവത്തിൽ എന്തോ അതറിയുന്നില്ല. എല്ലാ ജീവന്മാരും ഭ്രമത്തിലാണ്. എല്ലാവരും അവരവരെ അറിയുന്നത് ഇങ്ങനെയൊക്കെയാണ്. സർവ്വസാധാരണമായ അനുഭവമാണ്. അപ്പോൾ ഒന്നിനെ മറ്റൊന്നായി അറിയുക, അതസ്മിൻ തദ്ബുദ്ധി ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്തതാണ്. ഒന്നിനെ എങ്ങനെയാണോ അറിയേണ്ടത് അതിനെ മറിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭ്രാന്തി എന്ന് പറയും. അപ്പോൾ അവിവേകികളുടെ ഈ അനുഭവം സത്യത്തെ അറിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ സത്യത്തെ മറ്റൊന്നായി അറിയുന്നതുകൊണ്ട് അതിന് മിഥ്യാബുദ്ധി എന്ന് പറയാം, ഭ്രാന്തി എന്ന് പറയാം. വിവേകിനാംച സംവ്യവഹാരമാത്ര ആലംബനാർത്ഥത്വ. വിവേകികളെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ഈ അനുഭവം തന്നെ, കാരണം ഈ അനുഭവം തത്വജ്ഞാനത്തെ ആശ്രയിച്ചാണ് ഉണ്ടായത്. താൻ പുരുഷനാണെന്നുള്ള അനുഭവം ഉണ്ടായത് തത്വജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണല്ലോ. താൻ പരമാത്മാവാണെന്നുള്ള അനുഭവമാണ് തത്വജ്ഞാനം കൊണ്ടുണ്ടായത്. പുരുഷനാണെന്നുള്ള അനുഭവം തത്വജ്ഞാനത്തിന് മുമ്പേ ഉള്ളതാണ്. പക്ഷെ എന്നാലും വിവേകിയെ സംബന്ധിച്ചിടത്തോളം താൻ പുരുഷനാണ് എന്നുള്ള ഈ അനുഭവം ഒരു ഭ്രാന്തിയല്ല. ഭ്രാന്തി എന്ന് പറയുന്നത് എന്താണ്? രജ്ജുവിനെ അറിയാതെ സർപ്പമാണെന്ന് പറഞ്ഞാലേ ഭ്രാന്തി വരത്തുള്ളൂ. മരുമരീചികയെ അത് പ്രകാശമാണെന്ന് അറിയാതെ ജലമെന്ന് പറഞ്ഞാലേ ഭ്രാന്തിയാകത്തുള്ളൂ. അത് പ്രകാശമാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് ഭ്രാന്തിയില്ല. അതിന്റെ തത്വത്തെ അറിഞ്ഞവന് ഉള്ള ആ പ്രതീതി അത് ഭ്രാന്തിയല്ല. പിന്നെ അതിനെന്ത് പറയാം? അതൊരു വ്യവഹാരം, സംവ്യവഹാരം എന്ന് പറയും. സമ്യക്കായ വ്യവഹാരം. സമ്യക്കായ വ്യവഹാരം എന്തുകൊണ്ട് പറയുന്നു? മുമ്പ് എങ്ങനെയായിരുന്നു ആ വ്യവഹാരം തുടർന്നിരുന്നത്? ആ വ്യവഹാരം ഭ്രാന്തി കൂടാതെ അതുപോലെ തന്നെ തുടരുന്നു. എന്ന് പറഞ്ഞാൽ അഗ്നിയെ ഉഷ്ണമായും ജലത്തെ ശീതമായും ഒക്കെ എങ്ങനെയാണോ മുമ്പ് അറിഞ്ഞിരുന്നത് അത് തന്നെ തുടരുന്നു. ക്ഷുത്പിപാസ വിശപ്പും ദാഹവുമെല്ലാം മുമ്പ് എങ്ങനെയാണോ കണ്ടിരുന്നത് അതുപോലെ തന്നെ കാണുന്നു. പക്ഷെ അതേസമയം അയാൾ ഭ്രാന്തനല്ല, ഭ്രാന്തിയിൽ നിന്ന് മുക്തനായിരിക്കുന്നു. എന്തുകൊണ്ട്? താൻ പരമാത്മാവാണ്, ആത്മസ്വരൂപമാണ് എന്നയാൾ ധരിച്ചിരിക്കുന്നു. അങ്ങനെ ധരിച്ചതിന് ശേഷമുള്ള അനുഭവത്തെ ഇവിടെ പറയുന്നത് സംവ്യവഹാരം. ആ വ്യവഹാരത്തെ മാത്രം, വ്യവഹാരം മാത്രം ആലംബനം, വ്യവഹാരത്തെ മാത്രം ആലംബിച്ചിട്ടാണ്. അത് പല സന്ദർഭങ്ങളിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. തത്വജ്ഞാനം ഇത്തരം അനുഭവങ്ങളിൽ മാറ്റത്തെ ഉണ്ടാക്കുന്നില്ല. വ്യവഹാരം അതുപോലെ തന്നെ തുടരുന്നു. തത്വജ്ഞാനിക്ക് ആ ഭ്രാന്തി മാറി.
അപ്പോൾ താൻ സുഖിയാണ് ദുഃഖിയാണ്. സുഖം വന്നാൽ സുഖിയാണെന്നാണല്ലോ അനുഭവം, ദുഃഖം വന്നു കഴിഞ്ഞാൽ ദുഃഖിയാണെന്നാണല്ലോ അനുഭവം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അവിടെ പിന്നെ എങ്ങനെയാണ് ഭ്രാന്തി മാറുന്നത്? മരുമരീചികയെ കാണുന്ന ഒരാൾ, അത് പ്രകാശമാണെന്ന് കാണുന്ന ഒരാൾ, അവിടെ ഓളവും തിരയും എല്ലാം കണ്ടു കഴിഞ്ഞാലും അയാൾ ബോധിക്കുന്ന എന്താണ്? ഇത് പ്രകാശമാണ്. പ്രകാശത്തിൽ ഇങ്ങനെ തിര വരുന്നതിന് യാതൊരു സാധ്യതയില്ല. എന്നാലും അത് അനുഭവപ്പെടുന്നുണ്ട്, തിരയായിട്ട് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. അതാണ് സംവ്യവഹാരം. അതുപോലെ താൻ നിത്യശുദ്ധ മുക്തസ്വരൂപമാണ്. തന്നിൽ സുഖദുഃഖാദികൾ നിലനിൽക്കാൻ സാധ്യതയില്ല. തന്റെ ശുദ്ധമായ സ്വരൂപത്തിൽ സുഖദുഃഖാദികളോടുള്ള താതാത്മ്യം സംഭവിക്കത്തില്ല. എന്നാലും ഇത് അനുഭവപ്പെടുന്നുണ്ട്. എന്നാലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് വ്യവഹാരം മാത്രം, തന്നെ അത് ബാധിക്കുന്നില്ല. അപ്പോൾ അവിടെ അയാളെ സംബന്ധിച്ച് ഭ്രാന്തിയില്ല. മരുമരീചികയുടെ രഹസ്യത്തെ അറിയാത്തവനും അറിഞ്ഞവനും രണ്ടുപേർക്കും ഒരേപോലത്തെ അനുഭവമല്ലല്ലോ. അറിഞ്ഞവന്റെ അനുഭവത്തെ പറയും, അവിടെ ഭ്രാന്തിയില്ല. അറിയാത്തവന്റെ അനുഭവത്തെ പറയും, അവിടെ ഭ്രാന്തിയുണ്ട്. അതുകൊണ്ട് ഈ അനുഭവം ഞാൻ ഒരംശമാണ് എന്നുള്ള അനുഭവം ഉണ്ടെങ്കിൽ അത് ഭ്രാന്തിയാണ്. അതാ പറഞ്ഞു വരുന്നത്. അത് പരമാർത്ഥത്തെക്കുറിച്ചുള്ള അനുഭവമല്ല. അതിനൊരു ഉദാഹരണം പറയുന്നു. യഥാ കൃഷ്ണോ രക്തശ്ചാകാശീതി വിവേകിനമപി കഥാചിത് കൃഷ്ണത രക്തത ച ആകാശസ്യ സംവഹാരമാത്ര ആലംബനാർത്ഥത്വം പ്രതിബദ്ധതേതി എന്ന പരമാർത്ഥത കൃഷ്ണോ രക്തോ ആകാശോ ഭവിതുമർഹതി. ഒരാളെ പഞ്ചഭൂതങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എന്താണ് പഞ്ചഭൂതങ്ങൾ? പഞ്ചഭൂതങ്ങളെക്കുറിച്ച് വിവേകമുള്ളവൻ. പൃഥിവി അത് ഗന്ധഗുണമുള്ളതാണ്, ജലം ശീതഗുണമുള്ളതാണ്, അഗ്നി ഉഷ്ണഗുണമുള്ളതാണ്, വായു സ്പർശഗുണമുള്ളതാണ്. അങ്ങനെ ഓരോന്നിനെയും അയാൾ വേർതിരിച്ച് മനസ്സിലാക്കുന്നു. അതാണ് വിവേകം. ആകാശത്തിലെത്തി. ആകാശം രൂപരഹിതമാണ്, നിറമില്ലാത്തതാണ്. ആകാശം എന്ന് വെച്ചാൽ അവകാശം, വസ്തുക്കൾക്കെല്ലാം ഇടം കൊടുക്കുന്നത്. ആ ഇടം ഏതെന്നാണോ സർവത്തെ ഉൾക്കൊണ്ടിരിക്കുന്നതിന് ആകാശം. അതിനെന്താ നിറം? ഈ മേശയ്ക്ക് നിറമുണ്ട്. മേശയെ ഉൾക്കൊണ്ടിരിക്കുന്ന ഇടം, അതിനെന്താ നിറം? ഇല്ല. അപ്പൊ ഭൂതത്തെ വിവേകം ചെയ്യുന്നവൻ വ്യക്തമായ തത്വബോധം, പരമാർത്ഥ ബോധം ഉണ്ടാവുന്നതാണ്. ആകാശം നിറമില്ലാത്തതാണ്. അതവന്റെ അനുഭവത്തിൽ നിശ്ചയിച്ചതാണ്. ആകാശം നിറമില്ലാത്തതാണ്. അങ്ങനെ നിശ്ചയിച്ചാലും താൻ പരമാത്മാവിന്റെ അംശമല്ല, പരമാത്മസ്വരൂപം തന്നെ. എന്തുകൊണ്ട്? തന്റെ സ്വരൂപം നിത്യശുദ്ധമാണ്. അംശമാകാൻ കഴിയത്തില്ല. നിത്യമായ വസ്തുവിന് അംശമാകാൻ കഴിയത്തില്ല. എന്നൊരുവൻ തന്നെക്കുറിച്ച് നിശ്ചയിച്ചാലും വീണ്ടും ഞാൻ സുഖിയാണ് ദുഃഖിയാണ്, പുരുഷനാണ് സ്ത്രീയാണ് എന്നൊക്കെയുള്ള അനുഭവങ്ങൾ ഏതനുഭവത്തിലൂടെയാണോ അതുവരെ കടന്നു വന്നത്, ആ അനുഭവങ്ങൾ വീണ്ടും അതിനൊരു മാറ്റവും വരത്തില്ല. തത്വജ്ഞാനത്തിന് അതിനെ മാറ്റാനും മറിക്കാനും നോക്കത്തില്ല. തത്വജ്ഞാനിയായി കഴിഞ്ഞാൽ പുരുഷൻ മാറ്റം വരും, സ്ത്രീക്ക് മാറ്റം വന്ന് പുരുഷനാകും. ഇനി പുരുഷനും സ്ത്രീയും അല്ലാത്ത ഷണ്ടനാകും. ഒന്നും ആകത്തില്ല. ഇതൊന്നും സംഭവിക്കത്തില്ല. ചിലരങ്ങനെയൊക്കെ ഭാവിക്കും. ശുദ്ധവിഡ്ഢിത്തരം.
അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അതുപോലെ ഭൂതവിവേകം ചെയ്തവൻ ആകാശത്തെക്കുറിച്ച് അവൻ നിശ്ചയിച്ചു. എന്താണ് ഇത്? നിറമില്ലാത്തതാണോ? തന്നെക്കുറിച്ച് നിശ്ചയിച്ചു. താൻ ആ പരമാത്മാവ് തന്നെ നിത്യശുദ്ധ മുക്ത സ്വഭാവമുള്ളവനാണോ? ആകാശത്തെക്കുറിച്ച് അങ്ങനെ നിശ്ചയിക്കുന്നു. നിറമില്ലാത്തതാണെന്ന് നിശ്ചയിച്ചിട്ട് സന്ധ്യാസമയത്ത് ആകാശത്തിൽ നോക്കുമ്പോൾ അവിടെ ചുവപ്പ് കാണുന്നു. ആകാശം രക്തവർണ്ണമായിരിക്കുന്നു. മഴക്കാലത്ത് കാറും കോളിയൊക്കെ ഉള്ളപ്പോൾ ആകാശം നോക്കിയിട്ട് പറയുന്നത് ആകാശം ഇരുണ്ടിരിക്കുന്നു, കറുത്തിരിക്കുന്നു. അത് ഇരുള ചുവപ്പോ ഒന്നും ഇല്ലാത്തതാണെന്ന് ബോധ്യം വന്നു. തത്വബോധം വേറെ കാര്യം. ബോധ്യം വന്നു. അത് വെറും അവകാശമാണ്, ഇടമാണ്, അത് എന്താ നിറം വരുന്നത് എന്ന് ബോധ്യം വന്നിട്ടും ആകാശത്തിൽ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? രക്തനിറം. ആകാശം രക്തമാണെന്നുള്ള അനുഭവമുണ്ട്. കാരണം ആകാശത്തല്ലേ അത് കാണുന്നത്. സൂര്യപ്രകാശം കൊണ്ട് വരുന്നതാണ്. അതിന്റെ സയൻസ് എല്ലാം വേറെയാണ്, ആയിക്കോട്ടെ. പക്ഷെ അനുഭവം ഉണ്ട് അവിടെ. ഇത് രക്തമാണ്. ഈ തത്വം അറിയുന്നതിന് മുമ്പ് അവന് അനുഭവം ഉണ്ടായിരുന്നു. പഞ്ചഭൂതങ്ങളെല്ലാം കുറിച്ച് അവൻ പഠിക്കുന്നതിന് മുമ്പും അവൻ കണ്ടിരുന്നു. അവിവേകിയായിരുന്നപ്പോൾ, ബാലനായിരുന്നപ്പോൾ, ശാസ്ത്രബോധമൊന്നും ഇല്ലാതിരുന്നപ്പോഴും അവൻ ആകാശത്ത് രക്തനിറം കണ്ടു. ശാസ്ത്രബോധം വന്നതിന് ശേഷവും അവൻ ആകാശത്തെ രക്തനിറം കാണുന്നു. പക്ഷേ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യം അവിവേകിയായിരുന്നു, ബാലനായിരുന്നു കണ്ടപ്പോൾ അവൻ ഭ്രമിച്ചിരുന്നു. അവനെന്താ ധരിച്ചത്? ഈ രക്തനിറം ആകാശത്തിൻ്റെതാണ്. അവിടെയാണ് ഭ്രാന്തി. ഈ ഇരുണ്ട നിറം ആകാശത്തിൻ്റെതാണ് എന്നവൻ ഭ്രമമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ ഭൂതത്തിന്റെ തത്വം എന്താണ് എന്ന് ബോധം വന്നു കഴിഞ്ഞപ്പോൾ അവൻ കാണുമ്പോൾ അത് കാണുന്നുണ്ട്, കാഴ്ചയ്ക്ക് മാറ്റമൊന്നുമില്ല. പക്ഷെ അവൻ മനസ്സിലാക്കുന്നു ഇത് ആകാശത്തിൻ്റെതല്ല. അവിടെ സൂര്യപ്രകാശമോ മേഘമോ എല്ലാം കൂടി ചേർന്ന് സൃഷ്ടിച്ച ഒന്നാണ്. ആ നിറത്തെ അവൻ അവിടെ ആരോപിക്കുന്നില്ല. അനുഭവത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇവിടെ പുരുഷൻ സ്ത്രീയായോ, സ്ത്രീ പുരുഷനായോ, എന്തെങ്കിലും സംഭവിച്ചോ? അപ്പോൾ അവിടെ ആ പരമാർത്ഥ ബോധം എന്ന് പറയുന്നത് അത് വേറെയാണ്. അതിന് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇത് വേറെയാണ്. ഈ അനുഭവം രക്തമായിട്ടോ കൃഷ്ണമായിട്ടോ ഒക്കെ കാണുന്ന ഈ അനുഭവം വേറെ. രണ്ടും രണ്ടാണ്. രണ്ടും തമ്മിൽ സംഘടനത്തിന്റെ കാര്യമില്ല. ആദ്യം അവൻ ഭ്രാന്തനായിരുന്നു. അത് രക്തമാണെന്നറിയുന്നു. രക്തമില്ലാത്ത ഒന്നിനെ രക്തമായി അറിയുക, അതാണ്. ചുവപ്പല്ലാത്ത ഒന്നിനെ ചുവപ്പായി അറിയുക, അത് ഭ്രാന്തി. ഇവിടെയും ചുവപ്പായി അറിയുന്നുണ്ട്. പക്ഷെ അവനറിയാം ആ ചുവപ്പ് ആകാശത്തിൻ്റെതല്ല. ഇത് തന്നെയാണ് തത്വജ്ഞാനിയുടെ വ്യവഹാരവും. ഇങ്ങനെ തന്നെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ അനുഭവങ്ങൾക്കൊന്നും ഒരു മാറ്റമില്ല. എന്നാലും തത്വജ്ഞാനിയുടെ അനുഭവം നമ്മുടേതുപോലെയാണോ എന്ന് ചില ചോദിക്കുന്നവൻ്റേതുപോലെയല്ല. എന്തുകൊണ്ട്? തത്വജ്ഞാനി സംസ്കൃതചിത്തനാണ്. സംസ്കാരം വന്നു കഴിഞ്ഞാൽ ചിത്തം. അപ്പൊ തത്വജ്ഞാനിയുടെ അനുഭവം ആ സംസ്കാരത്തിനനുസരിച്ചായിരിക്കും. അതൊരു അസംസ്കൃത ചിത്തൻ്റേതുപോലെ ആയിരിക്കത്തില്ല. അതിനാണ് ചിത്തശുദ്ധി എന്ന് പറയുന്നത്. ആ ഒരു വ്യത്യാസമുള്ളൂ. ആ വ്യത്യാസം ഒഴിവാക്കിയാൽ എല്ലാം പഴയതുപോലെ തന്നെ. ആകാശത്തിന് നിറമില്ലെന്നറിഞ്ഞാലും നിറം അവിടെ കാണും.
പക്ഷെ അയാൾ ഭ്രാന്തനല്ല. അയാൾ കാണുന്ന ആ നിറത്തെ അയാൾ ആകാശത്തിലേക്ക് ആരോപിക്കുന്നില്ല. എന്നിട്ട് ആകാശം ആ നിറത്തോടു കൂടിയതാണെന്ന് സ്വയം കരുതുന്നില്ല. അപ്പോ ഒരു തത്വജ്ഞാനി അല്ലെങ്കിൽ തത്വജ്ഞാനത്തിലേക്ക് പ്രവേശിക്കുന്നവൻ അവന്റെ അന്തരംഗത്തിൽ സുഖദുഃഖാദി അനുഭവങ്ങൾ, കാമക്രോധാദി അനുഭവങ്ങൾ തുടങ്ങിയവയെല്ലാം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അത് തത്വജ്ഞാനം കൊണ്ടല്ല, ചിത്തസംസ്കാരം കൊണ്ടാണ്. അതിനെ എത്രമാത്രം ലഘൂകരിക്കാമോ അത്രമാത്രം ലഘൂകരിക്കാം. അത് ചിത്തസംസ്കാരം, തത്വജ്ഞാനമല്ല. തത്വജ്ഞാനം വരുമ്പോൾ ഇതെല്ലാം മാറിപ്പോകും. പുരുഷനല്ലെന്ന് തോന്നുന്നു. പിന്നെ പറയുന്നതോ പലയിടത്തും ഞാൻ പുരുഷനല്ല, സ്ത്രീയല്ല എന്നൊക്കെ പറയുമല്ലോ. ചില പാട്ടുകളിലൊക്കെ അങ്ങനെ പാടാറുണ്ട്. ശിവോഹം ശിവോഹം എന്നൊക്കെ പറയാം. അവിടെ എന്താണ്? ആ ഭ്രാന്തിയെ നിരാകരിക്കുകയാണ്. തന്നിൽ അത്തരം ദ്വൈതങ്ങൾ, ദ്വന്ദ്ങ്ങൾ ഒന്നും പരമാർത്ഥത്തിൽ നിൽക്കുന്നില്ല എന്ന് സ്വസ്വരൂപത്തിൽ ദ്വൈത പ്രതീതികളെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അതിനർത്ഥം അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാകുന്നില്ല എന്നല്ല. അതായത് ആകാശം നിറമില്ലാത്തതാണ് എന്നൊരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അവനൊരിക്കലും ആകാശത്തിൽ നിറത്തെ കാണില്ല എന്നല്ല, അത് കാണാം. അതിനോട് പറഞ്ഞു കഥാചിത് കാണാതെയിരിക്കാം, ചിലപ്പോൾ കാണാതെയിരിക്കാം. അവൻ സൂര്യപ്രകാശമൊക്കെ ഉള്ള സമയത്ത്, സന്ധ്യാസമയത്തൊക്കെ പോയി നോക്കണം, എന്നാലേ കാണാൻ പറ്റും. അതുപോലെ വിവേകി ചിത്തസംസ്കാരമുണ്ടെങ്കിൽ ഈ ചിത്തദോഷങ്ങളെല്ലാം കുറഞ്ഞിരിക്കും. തത്വജ്ഞാനം അത് നശിപ്പിക്കത്തില്ല. അതുകൊണ്ടാണ് ചിലയിടത്തൊക്കെ പറയുന്നത് തത്വജ്ഞാനിയും ഈ രാഗാദി ദോഷങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി വീണ്ടും പരിശ്രമിക്കണം. ചിലയിടത്ത് പറയും അത് ഇതുകൊണ്ടാണ്. അത് തത്വജ്ഞാനികൾ പലതരത്തിലുണ്ട്. ചിലർക്കത് ആവശ്യമായി വരും, ചിലർക്കത് ആവശ്യമായി വരുന്നില്ല. അധികാരി ഭേദമനുസരിച്ചിട്ടാണ്. എല്ലാവർക്കും ഒരുപോലെ പൊതു നിയമമല്ല. അതുകൊണ്ട് ഞാൻ തത്വജ്ഞാനിയായി സത്യദർശിയാണ്, അതുകൊണ്ട് ഇനി എന്നിൽ ഇത്തരത്തിലുള്ള യാതൊന്നും ഇല്ല എന്നൊരാൾ മിഥ്യയായി ധരിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം പോയി കിട്ടിയ ഒരു അന്ധകരണമാണ് ഒരാൾക്കെങ്കിൽ ശരി. സർവവികാരശൂന്യമായൊരു അന്ധകരണം അതാണെങ്കിൽ ശരി. ഇവിടെ പറയുന്ന വിവേകിയുടെയും അവിവേകിയുടെയാണ്. അന്ധകരണത്തിൽ വികാരങ്ങളുള്ളവരുടെ കാര്യം പറയുകയാണ്. അപ്പോൾ തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം കേവല വ്യവഹാരമാത്ര ആലംബനത്വം, കേവലമായി വ്യവഹാരം അങ്ങനെ നടക്കുന്നു. ചക്രഭ്രമണവ, നേരത്തെ ഭാഷ്യകാരൻ ദൃഷ്ടാന്തം പറഞ്ഞു. അപ്പം മറിച്ച് അപ്പൊ തത്വജ്ഞാനി അജ്ഞനെ പോലെ തന്നെ ദേഹാത്മബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നവനാണോ, അതിൻ്റെതായ ഗുണദോഷങ്ങളെല്ലാം അനുഭവിക്കുന്നവനാണോ എന്നല്ല പറഞ്ഞു വരുന്നു. തത്വജ്ഞാനികൾ എന്തെങ്കിലും ദോഷാരോപണം ചെയ്യാൻ വേണ്ടിയല്ല പറയുന്നത്. മറിച്ച് വ്യവഹാരാനുഭവത്തിന്റെ നില എവിടെ, തത്വജ്ഞാനത്തിന്റെ നില എവിടെ, രണ്ടും വേർതിരിച്ച് കാണിക്കുകയാണ്.
ഭൂതജ്ഞാനമുള്ള ആൾ ആകാശത്തെ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ ആ രക്തതയും കൃഷ്ണതയൊക്കെ എന്താണ് ആകാശത്തെ സംവ്യവഹാരം മാത്ര ആലംബനാർത്ഥത്വം. കേവലം വ്യവഹാരം, വ്യവഹാരാശ്രയമായി അതൊക്കെ നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. പരമാർത്ഥം അറിയുമോ, ഇതൊന്നും അവിടെ ഇല്ല. ഇതിന്ന പരമാർത്ഥം, അതാണ് പറഞ്ഞു ഇവിടെ പറയുന്നത് പരമാർത്ഥത്തെക്കുറിച്ചാണ്, വ്യവഹാരത്തെക്കുറിച്ചല്ല. ജ്ഞാനിക്ക് വ്യവഹാരം സ്വസംസ്കാരം അനുസരിച്ച് പോകും. ജ്ഞാനിക്കിപ്പോൾ ഏത് വ്യവഹാരം ഉണ്ടാകാം? അത് സാധ്യമല്ല. എന്തുകൊണ്ട്? ജ്ഞാനത്തിന് തടസ്സമായി വരുന്ന വ്യവഹാരങ്ങളൊന്നും ഉണ്ടാകത്തില്ല. വ്യവഹാരം ഉണ്ടാകുന്നെങ്കിൽ അയാൾ ജ്ഞാനിയല്ല. മനസ്സിലാവും. മറിച്ച് ജ്ഞാനിയിൽ അവശ്യം കാണുന്ന വ്യവഹാരങ്ങൾ അത് വ്യവഹാരം മാത്രം. ഇതിന്ന പരമാർത്ഥ, അത് പരമാർത്ഥമല്ല. കൃഷ്ണോ രക്തോ ആകാശോ ഭവിതുമർഹതി. ആകാശം ഒരിക്കലും കറുപ്പാകുന്നില്ല, ചുവപ്പാകുന്നില്ല. ഇത് രണ്ടും അവിടെ സംഭവിക്കുന്നില്ല. എന്നാലും കാണുന്നുണ്ട്. അത് കണ്ടോട്ടെ, ദോഷമൊന്നുമില്ല. ഒരാള് എനിക്ക് ചോദിച്ചായിരുന്നു, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ജ്ഞാനിയും അജ്ഞാനിയും തമ്മിൽ ഒരു വ്യത്യാസം വരത്തില്ല. ചുവപ്പും കറുപ്പും ഒക്കെ അജ്ഞാനിയും കാണുന്നു, ജ്ഞാനിയും കാണുന്നു. രണ്ടുപേരും തമ്മിലൊരു വ്യത്യാസമില്ലെന്ന് പറയുന്നു. ഇവിടെ ഉള്ള വ്യത്യാസത്തെയാണ് ഇവിടെ പറയുന്നത്. രണ്ടുപേരും കാണുന്നു എന്ന് പറയുന്നത് ശരി, പക്ഷെ വ്യത്യാസമുണ്ട്. ഒരാൾക്കത് കേവല വ്യവഹാരം. ഇതിനാണ് ഭാഷകാരൻ വേറെടുത്ത് പറയുന്നത്. എന്താണോ പ്രാരബ്ധം. വേറെടുത്ത് പറയും പശ്ചാത്തവിശേഷ. അതൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു തന്റെ സംസ്കാരമനുസരിച്ച്. ആ സംസ്കാരം അനുകൂലമല്ലെങ്കിൽ തത്വജ്ഞാനമേ ഉണ്ടാകത്തില്ല. പിന്നെ ജ്ഞാനിയുടെ വ്യവഹാരം എന്നവിടെ പറയാനും പറ്റത്തില്ല. അതാണ് രക്തോജാകാശ സംവ്യവഹാര മാത്ര ആലംബനാർത്ഥത്വം പ്രതിപദ്ധതി. കേവലം വ്യവഹാരാലംബനങ്ങൾ. വ്യവഹാരം അങ്ങനെ നടക്കട്ടെ എന്ന് ഞാനീ കരുതുന്നു. എന്തുകൊണ്ടവിടെ ഭ്രാന്തിയില്ല. സത്യം അറിഞ്ഞിരിക്കുന്നു. താൻ ആ പരമാത്മസ്വരൂപമാണ്. തന്നിൽ വ്യവഹാരങ്ങൾ നടക്കുന്നു. എന്ന പരമാർത്ഥ വിഷ്ണു രക്തോ ആകാശോ ഭവിതുമർഹതി. ഞാനീ ദോഷാരോപണം ചെയ്യേണ്ട കാര്യമില്ല. ആകാശം ഒരിക്കലും കൃഷ്ണമോ രക്തമോ ആകുന്നില്ല. ജ്ഞാനി ഒരിക്കലും ഈ പറയുന്ന കാമക്രോധാദികളോട് താതാത്മ്യപ്പെട്ട അജ്ഞാനിയാകുന്നില്ല. ഒരു വ്യത്യാസം മാത്രം. അജ്ഞൻ ആ ഭ്രമത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. ജ്ഞാനി ആ ഭ്രമത്തിൽ നിന്ന് മുക്തനായിരിക്കും. വ്യവഹാരം രണ്ടുപേരിലും അവരവരുടെ സംസ്കാരം അനുസരിച്ച്. ജ്ഞാനം ആ സംസ്കാരത്തെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ജ്ഞാനിയുടെ അവ്യവഹാരത്തെ പ്രാരബ്ധം എന്ന് വിളിക്കുന്നു. അജ്ഞന് വ്യവഹാരത്തെ പ്രാരബ്ധം എന്ന് പറയുന്നില്ല. അയാൾക്ക് ജ്ഞാനമില്ലാത്തതുകൊണ്ട്, സ്വരൂപജ്ഞാനമില്ലാത്തതുകൊണ്ട്. പ്രാരബ്ധമാണെങ്കിൽ അതിനങ്ങനെ ഒരു പേര് കൊടുക്കുന്നില്ല. അത് അവസാനിക്കുന്നതല്ല, അത് അനന്തമായി തുടർന്നുകൊണ്ടേയിരിക്കും. അജ്ഞന് ജ്ഞാനിയിൽ അത് അവസാനിക്കുന്നു.
ഇതും പലർക്കും സംശയമുള്ള ഒരു ഭാവമാണ്. ജ്ഞാനിക്ക് എങ്ങനെ ഉപകാരം സംഭവിക്കും? ജ്ഞാനം വരുമ്പോൾ മാറ്റം വരണ്ടേ? ചില ജ്ഞാനികൾ മിണ്ടാറില്ല, സംസാരിക്കാറില്ല. ചില ജ്ഞാനികൾ ഭക്ഷണം കഴിക്കാറില്ല. ചില ജ്ഞാനികൾ വസ്ത്രം ധരിക്കാറില്ല. ചില ജ്ഞാനികൾ വസ്ത്രം ധരിച്ചാൽ തന്നെ കഴുകി ധരിക്കാറില്ല. ചിലർ ഭ്രാന്തനെ പോലെ, ഉന്മത്തനെ പോലെ, പിശാചിനെ പോലെയൊക്കെ നടക്കുന്നു. ചിലർ കുളിക്കാറില്ല. എന്താ കുളിക്കാത്തത്? ജ്ഞാനിമാർ കുളിക്കാറില്ല, അതുകൊണ്ട് ഞാനും കുളിക്കാറില്ല. അങ്ങനെയുണ്ട്. ഒരു ഗുരുവിന്റെ ശിഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം കുളിച്ചിട്ട് വർഷങ്ങളായി. എന്താ കുളിക്കാത്ത? എന്റെ ഗുരു കുളിക്കത്തില്ല, ഞാനും കുളിക്കുന്നില്ല. ജ്ഞാനിയായ അങ്ങനെ ആയിരിക്കണം എന്നൊരു സങ്കല്പം. അത്തരം കാഴ്ചപ്പാടുകളാണ് ഭാഷ്യകാരനോടെ പരിശോധിക്കുന്നു. അങ്ങനെ ആയിരിക്കണം. ജ്ഞാനിയെ അങ്ങനെ അനുകരിച്ച ജ്ഞാനിയാവും. അതൊന്നുമില്ല. അനുകരിച്ച് ജ്ഞാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അനുകരണം കൊണ്ട് കിട്ടുന്ന ഒന്നല്ല. അത് ആ തത്വബോധം അവന്റെ ഉള്ളിൽ വരേണ്ടതാണ്. അനുകരിച്ചാൽ എങ്ങനെ കിട്ടുന്നു? ഭ്രാന്തി അവന്റെ ഉള്ളിൽ മാറേണ്ടതാണ്. അനുകരിച്ച് അങ്ങനെ ഭ്രാന്തി മാറും. അതാണ് വിവേകിയും അവിവേകിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ വിവേകി മനസ്സിലാക്കുന്ന പരമാർത്ഥ കൃഷ്ണ രക്തോപാകാശം വരുന്നു. പരമാർത്ഥത്തിലതില്ല, അത് മനസ്സിലാക്കുന്നു. വിവേകം കൊണ്ട് മനസ്സിലാക്കുന്നു എന്നർത്ഥം പരമാർത്ഥത്തെ. ആകാശത്തിൽ രക്തവർണ്ണം കണ്ടു കഴിഞ്ഞാൽ എന്താ അവിടെ പോയാണ് മനസ്സിലാക്കുന്നത്? ആകാശത്തിൽ പോയി സഞ്ചരിക്കും, അങ്ങോട്ടല്ല. വിവേകം കൊണ്ട് മനസ്സിലാക്കും. വിവേകികളോട് പറയുന്ന പണ്ഡിതൻ അതോന്ന പണ്ഡിതഹി ബ്രഹ്മസ്വരൂപ പ്രതിപത്തി വിഷയെ ബ്രഹ്മണോ അംശം ഏകദേശി വികാര്യത്തെ കൽപ്പന കാര്യ. അതുകൊണ്ട് പണ്ഡിതന്മാർ, അറിവുള്ളവർ, അവന് ബ്രഹ്മസ്വരൂപത്തെ അറിയണം എന്നാണ് ആഗ്രഹം. സ്വസ്വരൂപം, ബ്രഹ്മസ്വരൂപം എന്ന് പറഞ്ഞാൽ സ്വസ്വരൂപം, അതിനെ അറിയുന്നവൻ, അല്ലെങ്കിൽ അതിനെ അറിയാൻ ആഗ്രഹമുള്ളവൻ, അവനൊരിക്കലും ആ സ്വസ്വരൂപത്തിൽ അംശാംശി, താൻ ഈശ്വരന്റെ അംശമാണ്, ഈ അംശത്തെ ഉൾക്കൊള്ളുന്നവനാണ് ഈശ്വരൻ, അങ്ങനെയുള്ള അംശാംശി ഏകദേശ വികാരിത്വം ഏകദേശമാണ്. ആ പരമാത്മാവിന്റെ ഏകദേശമാണ് താൻ. വികാരിത്വം, അത് വികാരിയാണ്, ഞാനതിന്റെ വികാരമാണ്. ഇതൊന്നും അവിടെ കൽപ്പിക്കുന്നില്ല. അതൊന്നും പണ്ഡിതന്മാർ അതൊന്നും കൽപ്പിക്കുന്നില്ല. അദ്വൈതികൾ കൽപ്പിക്കുന്നില്ല. ദ്വൈതികൾ അതൊക്കെ കൽപ്പിക്കുന്നുണ്ട്. ഞാൻ ഈശ്വരന്റെ അംശമാണെന്നെല്ലാം കൽപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ശ്രുതിയാണ് പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നത്. അദ്വൈതം സർവകൽപ്പനാപനയനാർത്ഥ സാരപരത്വ സർവോപനിഷത്വ. സർവ ഉപനിഷത്തുകളും ഈ കൽപ്പനകളെ നിരാകരിക്കുക എന്നുള്ള ആശയത്തെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സർവകൽപ്പന അപനയനാർത്ഥ സാരപരത്വ. സർവകൽപ്പനകളെയും അപനയനം ചെയ്യുക, ഇല്ലാതാക്കുക.
അതാണ് ഉപനിഷത്തുക്കളുടെ സാരം. അതാണ് അതിന്റെ താല്പര്യം. സാരപരത്വം, ആ സാരമാണ് അതിന്റെ താല്പര്യം സർവോപനിഷത്തിനാണ്. അതോ ഹിത്വ സർവകൽപ്പന ആകാശസീവ നിർവിശേഷത പ്രതിപത്തവ്യ. അതുകൊണ്ടെന്താണ് ഈ കൽപ്പനകളെല്ലാം അവിടെ ഒഴിവാക്കണം. പരമാത്മാവിൽ കൽപ്പനകളൊന്നും വേണ്ട. അതെല്ലാം ഉപേക്ഷിച്ചിട്ട് സർവകൽപ്പന ഹിത്വ ആകാശസീവ നിർവിശേഷത പ്രതിപത്തവ്യ. ആകാശത്തെ പോലെ നിർവിശേഷമായ സ്വരൂപമാണ് താൻ എന്ന് ധരിക്കണം. ആകാശവും സർവഗതസ്ഥിതി, ആകാശത്തെ പോലെ അത് സർവവ്യാപേണ നിത്യമാണ്. ലിപ്യതേ ലോക ദുഃഖം, ബാഹ്യലോക ദുഃഖങ്ങളല്ലവൻ നിത്യനാകുന്നില്ല. വിദ്യാശ്രുതി ശതേഭ്യ, വിദ്യാതിശ്രുതി ശതേഭ്യ. അങ്ങനെ ഉദ്ധരിക്കാനാണെങ്കിൽ നൂറുകണക്കിന് ശ്രുതിയുണ്ട്. 1, 2 1. നിത്യതേ ലോക ദുഃഖേന ബാഹ്യ, ബാഹ്യ അത് അവിടെയാണ്. തത്വജ്ഞാനി ലോകദുഃഖത്താൽ ബന്ധിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ലോകദുഃഖത്തെ പ്രതീതി തത്വജ്ഞാനിക്കില്ലെന്നല്ല. അതുകൊണ്ടിവിടെ പറഞ്ഞു ബാഹ്യ, ബാഹ്യമാണ്, സ്വസ്വരൂപത്തിലില്ല അത്. അതുകൊണ്ടാണ് പറഞ്ഞ് ബാഹ്യമാണ്. അപ്പൊ തന്നിലില്ലാത്ത ദുഃഖത്തെ കൊണ്ട് താൻ എങ്ങനെ ബന്ധിക്കപ്പെടും? ഇല്ല. എങ്ങനെയാണോ ഒരുവൻ അന്യന്റെ ദുഃഖം കൊണ്ട് ബന്ധിക്കപ്പെടാതിരിക്കുന്നത്, അതുപോലെ തന്നിലില്ലാത്ത ദുഃഖം കൊണ്ട് തത്വജ്ഞാനി ബന്ധിക്കപ്പെടുന്നില്ല. ലിപ്യതേ ലോകദുഃഖേന ബാഹ്യ ഇത്യാദി ശ്രുതി ശതേഭ്യ. നൂറുകണക്കിന് ശ്രുതി ഇക്കാര്യത്തിലുണ്ട്. ആകാശവും സർവഗതസ്ഥ നിത്യ, ആകാശത്തെ പോലെ സർവവ്യാപിയായിരിക്കുന്നു, നിത്യനായിരിക്കുന്നു. ഇതാണ് മുമ്പ് പറഞ്ഞെന്താണ്? തത്വജ്ഞാനി ഈ ലോകപ്രതീതി ഉണ്ടെങ്കിലും സുഖദുഃഖാദികളുടെ അനുഭവങ്ങളുണ്ടെങ്കിലും തത്വജ്ഞാനി ആ ഭ്രാന്തിയിൽ നിന്ന് വിവേകി, ഭ്രാന്തിയിൽ നിന്ന് മുക്തനായിരിക്കുന്നു. ഈ പ്രതീതികളെല്ലാം, അനുഭവങ്ങളെല്ലാം കേവലം വ്യവഹാരം മാത്രം. അതിന് വ്യവഹാരം എന്ന് പറയാം. സംവ്യവഹാരം. തന്റെ സ്വരൂപത്തെ അത്, തന്റെ സ്വരൂപത്തിൽ അതില്ല, തന്റെ സ്വരൂപത്തെ അത് ബാധിക്കുന്നില്ല എന്നയാൾ അറിയുന്നു. അതുകൊണ്ട് തന്നെ തന്നിൽ അംശാംശി കൽപ്പനകളൊന്നും അവിടെയില്ല. അപ്പോൾ ഈ രണ്ട് ഭാഗവും തത്വജ്ഞാനിയിൽ അംഗീകരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഒന്ന്, പ്രതീതി എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം ഉണ്ട്. സുഖദുഃഖാദികളും മറ്റുമെല്ലാം ഉണ്ട്. അവിടെ അവിവേകി പോലെ തന്നെ. പക്ഷെ എന്നാ പരമാർത്ഥത്തിൽ അവിടെ ഇല്ല. പരമാർത്ഥത്തിൽ ഇല്ല എന്നുള്ളത് തത്വജ്ഞാനിയുടെ ബുദ്ധിയാണ്, ബോധമാണ്, അറിവാണ്. ആ ബോധമുള്ളതുകൊണ്ടാണ് തത്വജ്ഞാനി എന്ന് പറയുന്നത്. അതിനുദാഹരണമായിട്ടാണ് പറഞ്ഞത് ആകാശത്തിന്റെ. ആ തത്വബോധം വന്നു അയാൾക്ക്. ആകാശത്തിന്റെ തത്വം ഇന്നതാണ്, അത് നിറമില്ലാത്തതാണ്. ആ ബോധം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതിൽ കണ്ടാലും ആ കാഴ്ച അയാളുടെ ബോധത്തെ മറയ്ക്കുന്നില്ല. ശരിയായ ബോധത്തെ രണ്ടാമത്തെ കാഴ്ചയ്ക്ക് മറയ്ക്കാൻ പറ്റില്ല. ആകാശം രക്തവർണ്ണമുള്ളതാണ്, എന്നൊരു ബുദ്ധി അയാൾക്ക് വീണ്ടും ഉണ്ടാകുന്നില്ല. അവിടെ കാണുന്നുണ്ട്, അനുഭവിക്കുന്നുള്ളതാണ്. അത് സ്വാനുഭവമല്ലേ? അനുഭവമാണ്. ആകാശത്തെ രക്തവർണ്ണത്തെ കാണുന്നുണ്ടല്ലോ. പക്ഷെ അത് ആകാശം വർണ്ണമില്ലാത്തതാണെന്നുള്ള ആ ബോധത്തെ അത് മാറ്റുന്നില്ല. ഇതാണ്
ഇവിടെ പറയുന്നതെല്ലാം സ്വസ്വരൂപത്തെക്കുറിച്ചാണ്. ശ്രുതി പറയുന്നത് ആകാശവും സർവഗതസ്ഥ നിത്യ, ആകാശത്ത് പോലെ സർവവ്യാപിയാണ്, നിത്യമാണെന്ന് പറയുന്നത് തന്റെ സ്വരൂപത്തെക്കുറിച്ചാണ്. അങ്ങനെ തന്റെ സ്വരൂപത്തെക്കുറിച്ച് ധരിച്ച ഒരുവൻ ആ സ്വരൂപത്തെക്കുറിച്ച് തന്നെ അവൻ അറിയുന്നു എന്താണ്? നലിപ്യതേ ലോകദുഃഖേന ബാഹ്യ. ഈ ബാഹ്യങ്ങളായിരുന്ന ഈ സ്വരൂപത്തിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ലോകദുഃഖങ്ങളാൽ താൻ ബാധിക്കുന്നില്ല. ഈ ബോധം അവിടെയുണ്ട്. പക്ഷെ അജ്ഞൻ അങ്ങനെയാണ്, സുഖി ദുഃഖി എന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ സ്വരൂപത്തെ അറിയാത്തതുകൊണ്ട് അയാൾ ഭ്രാന്തനായിരിക്കുന്നു. രജ്ജുവിനെ അറിയാതെ സർപ്പപ്രതീതി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭ്രാന്തിയാണ്. രജ്ജുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ സർപ്പപ്രതീതിയില്ല. അതുപോലെ സ്വസ്വരൂപത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നിൽ പിന്നെ സുഖദുഃഖങ്ങളില്ല. തന്റെ ഏതാണ് അവിടെ പ്രാബല്യം വരുന്നത്? ആകാശം രൂപരഹിതമാണെന്നറിഞ്ഞു, പിന്നെ ആകാശത്തിൽ നീല നിറത്തെ കാണുന്നു. ഈ രണ്ട് അനുഭവങ്ങളുണ്ട്. ഏതനുഭവത്തിനായിരിക്കും ബലം വരുന്നത്? ബലമുള്ളത് ബലമില്ലാത്തതിനെ ബാധിക്കും. ആകാശം രൂപരഹിതമാണെന്നുള്ളതിനെ കുറിച്ച് അയാൾക്ക് ബോധ്യം വന്നില്ല. ആണെങ്കിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ബോധ്യം വന്നിട്ടില്ലെങ്കിൽ ആകാശത്തെ നീലനിറം കാണുമ്പോൾ വീണ്ടും ഭ്രമിച്ചു പോകും, ഒരു ശിശുവിനെ പോലെ. അതാണ് ഭാഷ്യകാരൻ ആവർത്തിച്ച് പറയുന്നത്, ദൃഢ്യമ്പിനി, ദൃഢത. ആ ദൃഢതയ്ക്ക് വേണ്ടി, ഉറപ്പിന് വേണ്ടി ആവർത്തിച്ച് പറയുന്നതാണ്. അങ്ങനെ ആ ബോധം ദൃഢമായി കഴിഞ്ഞാൽ, ഇതിപ്പോ ആകാശത്തിന്റെ മാത്രമല്ല, അടുത്ത് പറയും, ആത്മാനം ബ്രഹ്മവിലക്ഷണം കൽപ്പയെ ദുഷ്ണാത്മകൈവ അഗ്നുവസീത ഏകദേശം പ്രകാശാത്മകൈവ സവിതരി തമ ഏകദേശം സർവകൽപ്പന അപനയനാർത്ഥ സാരപരത്വ സർവോപനിഷത. മുമ്പും പറഞ്ഞു, സർവകൽപ്പന അപനയനാർത്ഥ സാരപരത്വ സർവോപനിഷത്ത്. അഗ്നിയെ ഒരാൾക്ക് ബോധിച്ചു ഇത് ഉഷ്ണമാണ്, അയാള് തൊട്ട് നോക്കി കൈ പൊള്ളി മനസ്സിലാക്കി ഇത് ഉഷ്ണമാണ്. പിന്നെന്താ, അഗ്നിയുടെ ഒരു ഭാഗം ശീതമാണെന്ന് അയാൾക്ക് കൽപ്പിക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അതുപോലെ ആകാശം രൂപരഹിതമാണെന്ന് അയാൾക്ക് ബോധ്യം വന്നു. പിന്നെ എങ്ങനെ ആകാശത്തിൽ രൂപമുണ്ടെന്ന് പറയുന്നു? അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ കൂടിയും അഗ്നിയിലാരും ശീതത അനുഭവിക്കുന്നില്ല, അനുഭവിക്കാനൊട്ട് സാധ്യവുമല്ല. പക്ഷെ ആകാശത്തിൽ നീലനിറം കാണുന്നുണ്ട്. കണ്ടാൽ തന്നെയും ആണ് തത്വബോധം എന്ന് പറയുന്നതിന്റെ വിശേഷം. ആ തത്വബോധത്തിനെ അത് ബാധിക്കത്തില്ല. അദ്വൈത ബോധത്തിന് ദ്വൈതബോധം ബാധിക്കാൻ കഴിയില്ല. എന്ന ആത്മാനം ബ്രഹ്മവിലക്ഷണം കൽപ്പയേ. ഇത്തരത്തിൽ എന്താണ്, ആകാശവ് സർവഗതസ്ഥ, ആകാശത്തെ പോലെ താൻ സർവവ്യാപിയാണ്, സ്വരൂപമാണ് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ, ബോധ്യം വരുന്നില്ലെങ്കിൽ അത് വേറെ കാര്യം. ബോധ്യം വന്നാലുള്ള കാര്യം പറയുകയാണ്. ബോധ്യം വരേണ്ടതാണ്. എന്തുകൊണ്ട്? ശ്രുതി പ്രബലമായ പ്രമാണമാണ്. ഇനി അടുത്തതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതിനെ ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമുള്ള ഒരുവിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഇതിന്റെ സ്വരൂപം ഇന്നതാണ്, എന്നാലിപ്യതേ ലോകദുഃഖേന ബാഹ്യക എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അതവന് ബോധിക്കുന്നതിന് എന്താ തടസ്സം? ബോധിച്ചല്ലേ പറ്റൂ. സത്യം ബോധിപ്പിച്ചാൽ അത് ബോധിച്ചല്ലേ പറ്റൂ. അവനറിയുന്നു. അങ്ങനെ തന്നെ ധരിച്ചു കഴിഞ്ഞാൽ അവന് പിന്നീട് ആത്മാനം ബ്രഹ്മവിലക്ഷണം കൽപ്പയേത,
താൻ വേറെയാണ്, ആ പരമാത്മ വസ്തു അല്ല എന്നിങ്ങനെ ധരിക്കാൻ പറ്റും. പരമാത്മ വസ്തുവാണത് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ. ഉഷ്ണാത്മകൈവ അഗ്നോ ശീതേകദേശം, ഉഷ്ണമായ അഗ്നിയുടെ ഒരു ഭാഗം തണുപ്പെന്നങ്ങനെ ധരിക്കാൻ കഴിയും. പ്രകാശാത്മകൈവ സമിതരി തമ ഏകദേശം, പ്രകാശിക്കുന്ന സൂര്യന്റെ ഒരു ഭാഗം ഇരുളാണെന്നിങ്ങനെ ധരിക്കാൻ കഴിയും. അത് കൺമുമ്പിൽ പ്രകാശിച്ച് നിൽക്കുമ്പോൾ അവിടെ ഇരുളെന്ന് പറയാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അവിടെ പ്രാധാന്യം ശ്രുതിക്കാണ്, ഉപദേശത്തിനാണ്, ഗുരുവിന്റെ വാക്കിനാണ്. അത് സത്യത്തെ ബോധിപ്പിക്കുന്നു. ഇത് സത്യമാണോ ഇത് ബോധിപ്പിക്കുന്നത്? അങ്ങനെ ഒരു സംശയം വന്നാൽ സംശയത്തെ പരിഹരിക്കുക, അതാണ് വഴി. മനനം ചെയ്യുക, സത്യമാണോ അല്ലയോ എന്നത് തീർച്ചപ്പെടുത്തുക. പക്ഷെ ശ്രുതി ബോധിപ്പിക്കുന്നതാണ് സർവ കൽപ്പന അപ്പനയനാർത്ഥസാരപരത്വം. ശ്രുതിയുടെ സാരം അതാണ്. ഈ കൽപ്പനകളെല്ലാം നിരാകരിക്കുന്നു. ശ്രുതിയുടെ താല്പര്യം സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. സർവോപനിഷതാം, സർവോപനിഷത്തുകളുടെയും സാരമതാണ്. അതുകൊണ്ട് തസ്മാ നാമരൂപോപാധി നിമിത്തായ ആത്മന്യേ അസംസാരധർമ്മിണി സർവേ വ്യവഹാര. അതുകൊണ്ട് ഈ വ്യവഹാരങ്ങളെല്ലാം അംശാംശി വ്യവഹാരം, താൻ സുഖദുഃഖിയാണെന്നുള്ള വ്യവഹാരം, കാമക്രോധാദി വ്യവഹാരം തുടങ്ങിയ വ്യവഹാരങ്ങൾ, അതിനെക്കുറിച്ച് പറഞ്ഞ എന്താണ്? സംവ്യവഹാരം. അതെല്ലാം തത്വബോധത്തിൽ വെളിച്ചത്തിൽ നോക്കുമ്പോൾ പരമാർത്ഥത്തെ ബോധിച്ചവനെ സംബന്ധിച്ചിടത്തോളം, താൻ ആരാണെന്നുള്ള ബോധം, ദൃഢബോധമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം എന്താണ്? നാമരൂപ ഉപാധി നിമിത്ത. നേരത്തെ പറഞ്ഞല്ലോ, അധ പരോപാധികൃതി ഏകദേശ പരസ്യം. പരമാത്മാവിൽ അന്ധകരണം, ഇന്ദ്രിയം തുടങ്ങിയ ഉപാധികളെ കൊണ്ട് ഞാനെന്നും എന്റേതെന്നുള്ള വ്യവഹാരം വന്നു. അതാണ് ഇവിടുത്തെ നാമരൂപ ഉപാധികൾ. അതാണല്ലോ, അങ്ങനെയാണ് വിവരിക്കുന്നത്. നാമവും രൂപവും. സ്ത്രീ രൂപം കൊണ്ട് പറയുന്നത് താൻ സ്ത്രീയാണ്, പുരുഷ രൂപം കൊണ്ട് പറയുന്നത് പുരുഷനാണ്. പിന്നെ ശബ്ദങ്ങളുണ്ട്. നാമരൂപ ഉപാധികൾ കൊണ്ട് തന്നൽ ആത്മനി, തന്നൽ അസംസാരധർമ്മണി. ഇതൊക്കെ സംസാരധർമ്മങ്ങൾ, ശരീരത്തിന്റെയും മനസ്സിന്റെയും ധർമ്മങ്ങൾ. അത് സർവേ വ്യവഹാരാഹ, സർവ്വവ്യവഹാരങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതിനവസാനം തത്വബോധം വ്യവഹാരത്തെ മാറ്റുന്നില്ല, മറിച്ച് സമ്യക് വ്യവഹാരം തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ പറയുന്നത് മനസ്സിലാക്കണം, ഇത് സുഷുപ്തിയെക്കുറിച്ചോ സമാധിയെക്കുറിച്ചോ അല്ല പറയുന്നത്. ജാഗ്രതത്തിൽ ഉണർന്നിരിക്കുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന തത്വബോധത്തെക്കുറിച്ചാണ്. മറ്റിടത്തൊക്കെ അങ്ങനെ പലതും സംഭവിക്കും. മൂർച്ഛ, സുഷുപ്തി, സമാധികളെല്ലാം അനുഭവങ്ങൾ വേറെയാണ്. ഇവിടെ പറയുന്നത് അതിനെക്കുറിച്ചൊന്നുമില്ല. തത്വബോധം അവിടെ വ്യവഹാരത്തിൽ മാറ്റമില്ലെന്നല്ല, സർവ്വവ്യവഹാരങ്ങളും അതുപോലെ സമ്യക്കായി സംഭവിച്ചുകൊണ്ടേയിരിക്കും. രൂപം രൂപം പ്രതിരൂപവും ബഭൂവ. ഓരോ ഉപാധിക്കുമനുസരിച്ച് ഇങ്ങനെ വ്യവഹാരം നടക്കുന്നു, പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. സർവാണി രൂപാണി വിജിത്യ ധീരോ നാമാനി കൃത്വ അഭിവദൻ യഥാസ്തേ. സർവരൂപങ്ങളെ സൃഷ്ടിച്ച് അതിനെല്ലാം നാമങ്ങളും കൊടുത്ത് വ്യവഹരിച്ചുകൊണ്ട് ഈ പരമാത്മാവ് തന്നെ സ്ഥിതി ചെയ്യുന്നു. അല്ല, ഈ പരമാത്മാവ് തന്നെയാണ് ഈ വ്യവഹാരത്തെ ഉണ്ടാക്കിയെങ്കിൽ ഇത് തുടർന്നല്ലേ പറ്റും. ഈ നാമങ്ങളെയും രൂപങ്ങളെയൊക്കെ സൃഷ്ടിച്ചത് പരമാത്മാവാണ്. തത്സൃഷ്ടോ തദൈവ അനുപ്രാവശ്യത്. അങ്ങനെയാണെങ്കിൽ അത് ഇത് തുടർന്ന് തന്നെ തീരണം. നിത്യവുമാതി മന്ത്രവർണ്ണേഭ്യ. ഈ മന്ത്രങ്ങളെല്ലാം ഇക്കാര്യമാണ് പറയുന്നത്. ഇവിടെ എല്ലാം പറയാൻ താല്പര്യപ്പെടുന്ന തത്വബോധത്തിന്റെ പ്രാധാന്യം എന്താണത്? ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? സ്വരൂപത്തെക്കുറിച്ച് പറയുന്ന ആ സ്വരൂപബോധം അതെന്താണ്? ആ ബോധത്തിൽ
മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു, വ്യവഹാരം എങ്ങനെ നടക്കുന്നു, ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? അതാണ്. വ്യവഹാരം തത്വബോധത്തെ ബാധിക്കുന്നില്ല, തത്വബോധം വ്യവഹാരത്തെയും ബാധിക്കുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. അത് നിറമില്ലാത്തതാണെന്ന തത്വബോധം ആ കാണും നിറം എന്താ രക്തനിറം എന്നുള്ള വ്യവഹാരത്തെ ബാധിക്കുന്നില്ല. ഇനി അങ്ങനെ ഒരു തത്വബോധം ഉണ്ടായി, എന്താണ് ആകാശം നിറമില്ലാത്തതാണ്, അങ്ങനെ ഒരു ബോധം ഉണ്ടായതുകൊണ്ട് രണ്ടാമത്തെ ബോധം ഉണ്ടാകാതിരിക്കുന്നുമില്ല. ഇത് നിറമുള്ളതാണ്, അങ്ങനെ ഒരു ബോധം വരാതിരിക്കും. വാസ്തവത്തിൽ ഞാൻ ഗ്രഹിച്ചില്ല ഇത് നിറമില്ലാത്തതാണ്, പിന്നെന്തിനാ വീണ്ടും നിറം? ആ ബോധം ഒന്നുകൊണ്ട് ഇതിനെ ബാധിക്കുന്നില്ല, അങ്ങനെയും സംഭവിക്കുന്നില്ല. ഇത് രണ്ടുമുണ്ട്. ഇത് പറയുന്നത് ഈ ജീവന്റെ അനുഭവത്തെ അടിസ്ഥാനമാക്കിയാണ്. തത്വബോധം വ്യവഹാരബാധ ഉണ്ടാക്കുന്നില്ലെന്നാണ് തത്വത്തെ ഗ്രഹിക്കുന്ന എല്ലാവരുടെയും അനുഭവം. മറിച്ചൊരനുഭവം ആർക്കും ഉണ്ടാകത്തില്ല. മൃത്തിന്റെ വികാരമാണ് പാത്രം എന്നറിഞ്ഞാൽ പാത്രത്തിന്റെ പ്രതീതി ഉണ്ടാകാതിരിക്കും, അതുണ്ടാകും. മൃത്തിന്റെ പ്രതീതി ഉണ്ടാകാതിരിക്കും, അതും ഉണ്ടാകും. ഇത് രണ്ടും ഉണ്ടായിക്കൊണ്ടേ ഇതിലേതെങ്കിലും ഒന്നില്ലാതാക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ്. മൃത്തിനെ കാണാതെ പാത്രത്തെ കാണണം സാധിക്കും. ആകൃതി രൂപം കൂടാതെ മൃത്തിനെ കാണണം, അത് സാധിക്കില്ല. മൃത്ത് ഏതെങ്കിലും ഒരു ആകൃതിയിലേ ഇരിക്കും, ഉരുണ്ടിരിക്കും, പരന്നിരിക്കും, നീണ്ടിരിക്കും, കുറുകിയിരിക്കും, ഏതെങ്കിലും ഒരു ആകൃതിയിൽ അതിരിക്കും. പക്ഷെ അവിടെ മനസ്സിലാക്കുന്ന എന്താണ്, അത് ഏത് ആകൃതിയിൽ കാണപ്പെട്ടാലും ആകൃതി അവിടെ സ്ഥായിയല്ല, മൃത്താണ് സ്ഥായി. അല്ലെങ്കിൽ മറ്റൊരു ആ മൃത്തിൽ നിന്ന് വേറിട്ടൊരാകൃതിയില്ല, മൃത്ത് തന്നെയാണ് ആകൃതിയായിരിക്കുന്നത്. അങ്ങനെയും പറയാം. മൃത്ത് സത്യമാണെങ്കിൽ ആകൃതി സത്യമല്ലേ എന്ന് ചോദിക്കും. കാരണം മൃത്തിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആകൃതിയിലേ ഇരിക്കും. അതുകൊണ്ട് മൃത്ത് സത്യമായതുകൊണ്ട് ആകൃതി സത്യമല്ല. അത് ദ്വൈതബുദ്ധി ആശ്രയിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. മൃത്ത് ഏതെങ്കിലും ഒരു ആകൃതിയിലേ ഇരിക്കാൻ കഴിയൂ, അതുകൊണ്ട് മൃത്തി സത്യമായതുകൊണ്ട് ആകൃതി സത്യമാണ്. പക്ഷെ മൃത്ത് ഏതെങ്കിലും ഒരു ആകൃതിയിലേ ഇരിക്കുന്നു എന്ന സത്യമാണ്. പക്ഷേ മൃത്തിനെ വിട്ടവിടെ ആകൃതിയില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അവിടെ മൃത്തും ആകൃതിയും ഒന്ന് തന്നെ. അപ്പം മൃത്ത് ആകൃതിയൊന്നും രണ്ടായി തിരിക്കാൻ പറ്റില്ല. മൃത്ത് തന്നെയാണ് ആകൃതിയായി കാണപ്പെടുന്നത്. നമുക്ക് വേർതിരിക്കാൻ പറ്റും. മൃത്തിൽ നിന്ന് അതിന്റെ ആകൃതിയെ വേർതിരിക്കുകയില്ല. അത് മൃത്ത് തന്നെയാണ്. പിന്നെ രണ്ടെണ്ണം ഇല്ലല്ലോ, ഒന്നല്ലേ ഉള്ളൂ. അത് അദ്വൈതം. അതുകൊണ്ട് എന്താണ് ഈ നാമരൂപങ്ങളെല്ലാം സത്ത് തന്നെ എന്ന് പറയുന്നത്? പിന്നെ അവിടെ രണ്ടില്ല. ഈ വ്യവഹാരമെല്ലാം ആ രീതിയിലും പറയും. പലതരത്തിലും ഈ തത്വത്തെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുകയാണ്. നാമരൂപാദികളെല്ലാം തത്വം തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ രണ്ട് കാണുന്നില്ല, ഒന്നേ ഉള്ളൂ. പിന്നെ രണ്ടെങ്ങനെ വന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. അദ്വൈതത്തിൽ അദ്വൈതം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ദ്വൈതം എങ്ങനെ ഉണ്ടായെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. അത് മനസ്സിലായോ? എന്താണ് അദ്വൈതം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലായോ? മൃത്ത് മാത്രമേ ഉള്ളൂ, ആകൃതിയില്ല എന്ന് പറഞ്ഞ് മനസ്സിലായോ? മൃത്തിൽ നിന്ന് വേറിട്ടൊരു ആകൃതിയില്ല എന്ന് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ പിന്നെ രണ്ടാമതൊരു ചോദ്യം, ഇങ്ങനെ അദ്വൈതത്തിൽ എങ്ങനെ ദ്വൈതം ഉണ്ടായി? ഈ ചോദ്യം എങ്ങനെ ഉണ്ടാവും? ഇവിടെ ഉണ്ടായ ദ്വൈതം എവിടെയാണ്? മൃത്തിൽ നിന്നുണ്ടായ പാത്രം ഇവിടെ മൃത്തല്ലാതെ. മൃത്ത് തന്നെയാണ്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തത്വബോധം
ദൃഢമായ തത്വബോധം അത് ഈ വ്യവഹാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളതല്ല. ഈ വ്യവഹാരം തത്വബോധത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളതുമല്ല. തത്വജ്ഞനെ സംബന്ധിച്ച്, അജ്ഞനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഭ്രാന്തിക്ക് അടിമപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പറയുന്നു ന സ്വതഃ ആത്മനഃ സംസാരിത്വം അനക്തകാദ്യുപാധി സംയോഗജനിത രക്തസ്ഫടികാദി ബുദ്ധിവത് ഭ്രാന്തമേവ. അതുകൊണ്ട് ആത്മാവിൽ സ്വസ്വരൂപത്തിൽ ഇതില്ല. അപ്പോൾ അല്ല, തത്വജ്ഞാനിക്കും വീണ്ടും ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. വീണ്ടും തത്വജ്ഞാനിക്ക് പറഞ്ഞു വന്നപ്പോൾ തത്വജ്ഞാനിക്ക് വീണ്ടും സ്ത്രീ പുരുഷ ബുദ്ധിയും ഈ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ തത്വജ്ഞാനം കൊണ്ട് എന്താ പ്രയോജനം? അജ്ഞനെ പോലെ അല്ലേ? തത്വജ്ഞാനിക്ക് പ്രതീതി ഉണ്ടെന്ന് പറഞ്ഞാൽ തത്വജ്ഞാനം അജ്ഞനാകുന്നു എന്നല്ല അർത്ഥം. എന്തുകൊണ്ട്? എന്ന സ്വത ആത്മന സംസാരിത്വം. തത്വജ്ഞാനി പറയുന്നത് സ്വസ്വരൂപത്തിൽ പരമാർത്ഥത്തിൽ സംസാരിത്വം ഇല്ലെന്ന് തന്നെയാണ്. രണ്ടിനെയും കൂടെ അംഗീകരിക്കുക. അസംസാരിത്വത്തെയും സംസാരിത്വത്തെയും രണ്ടിനെയും കൂടെ അംഗീകരിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. സംസാരിത്വ പ്രതീതിയുണ്ട്, അത് പരമാർത്ഥമല്ല. പരമാർത്ഥത്തെക്കുറിച്ചാണോ ചിന്തിക്കുന്ന, അതോ പരമാർത്ഥമല്ലാത്തതിനെ കുറിച്ചാണ്? പരമാർത്ഥമല്ലാത്തതിനെ കുറിച്ച് ശാസ്ത്രം ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, ശാസ്ത്ര സഹായമില്ലാതെ എല്ലാവരും അറിയുന്നു. പരമാർത്ഥത്തെക്കുറിച്ച് ബോധിപ്പിക്കുമ്പോഴാണ് ഈ പ്രതീതിയെക്കുറിച്ച് ചോദ്യം വരുന്നത്. അങ്ങനെ ഒരു പരമാർത്ഥം ഉണ്ടെങ്കിൽ പിന്നെ ഈ പ്രതീതി എങ്ങനെ നിൽക്കുന്നു? ഈ പ്രതീതി സ്വതഃ നിലനിൽപ്പില്ല. അലക്തകാദി ഉപാധി സംയോഗജനിത രക്തസ്ഫടികം, ചുവന്ന നിറമുള്ള എന്തെങ്കിലും അതിന്റെ സമീപത്ത് വെച്ച് കഴിഞ്ഞാൽ ഉപാധി സംയോഗം കൊണ്ട് അതിന് തോന്നും. എന്നിട്ട് പറയുന്നതാ ഇത് സ്ഫടികം ചുവന്നതാണെന്ന് പറയുന്നത് എന്താണ്? അതൊരു ഭ്രാന്തമാണ്, ഒരു ഭ്രാന്തമായ അനുഭവമാണ്, സത്യാനുഭവം. സ്ഫടികം ചുവപ്പാണോ എന്നൊരു സത്യാനുഭവം ഉണ്ടാകും, പ്രതീതി ഉണ്ടാകും. എന്നാ പരമാർത്ഥത്തിലല്ല. അതുകൊണ്ട് ഈ വ്യവഹാരം എങ്ങനെ തുടരുന്നു എന്ന് പറഞ്ഞാൽ വ്യവഹാരം പരമാർത്ഥമെന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നു. ആ പരമാർത്ഥത്തിൽ നിന്നും അന്യമായി ഒന്നുമില്ല എന്നുള്ളതാണ് ബോധിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് തത്വജ്ഞാനി പറയുന്നത് പരമാർത്ഥത്തിൽ നിന്ന് അന്യമായി ഒന്നുമില്ല, എല്ലാ പരമാർത്ഥം തന്നെ. ജഗത്തുമില്ല, ജീവനുമില്ല, ഈശ്വരനുമില്ല, ഒന്നും വേറിട്ടില്ല, ആ പരമാർത്ഥം തന്നെ. ജീവജഗത് ഈശ്വരഭേദരഹിതമായ ആ പരമാത്മ വസ്തു തന്നെയാണ്. അല്ലെങ്കിൽ അവൻ ഭ്രാന്തിയിലാണ്. ധ്യായതീവ ലേലായതീവ ന വർദ്ധതേ കർമ്മണ നോ കനിയ ന ലിപ്യതേ കർമ്മണ പാപകേന സമസർവേഷു ഭൂതേഷു തിഷ്ഠന്തം ശനിചൈവ സ്വഭാഗീജ ഇത്യാദി ശ്രുതി സ്മൃതി ന്യായേഭ്യ പരമാത്മനോ അസംസാരിതേവ. പരമാത്മാവിൽ സംസാരിത്വമില്ല. എന്നാലും അനുഭവമുണ്ട്. ധ്യായതീവ ലീലായതീവ. അനുഭവത്തിന്റെ രഹസ്യം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഉപനിഷത്ത് ഉപദേശിക്കുന്നത്. ധ്യാനിക്കുന്നത് പോലെ, ഇളകുന്നത് പോലെ. കർമ്മം കൊണ്ട് വർദ്ധിക്കുന്നില്ല, കുറയുന്നില്ല. പാപകർമ്മം കൊണ്ട് അവൻ ബന്ധിക്കപ്പെടുന്നില്ല. മറിച്ചെന്താണ്? സർവഭൂതേഷു തിഷ്ഠന്തം സമം, പരമേശ്വരം ഏകരൂപത്തിലിരിക്കുന്നു. ശനിചൈവ സ്വഭാഗേജ, സർവത്ര ഏക സ്വഭാവത്തിലിരിക്കുന്നു. ഈ പറയുന്ന ശ്രുതി സ്മൃതി ന്യായം യുക്തി
ഇതെല്ലാം കൊണ്ട് പരമാത്മനോ അസംസാരിതേവ, പരമാത്മാവിന്റെ അംശമല്ല താൻ, മറിച്ച് അസംസാരിയായ പരമാത്മാവാണ്. അതേ ഏകദേശോ വികാര ശക്തിർവാ വിജ്ഞാനാത്മാന്വേവേദി വികൃപയിതും നിരവയവത്വ അഭ്യൂമേ വിശേഷത്വ ന ശക്യതേ. അതുകൊണ്ട് ഈ ജീവൻ എന്ന് പറയുന്ന പരമാത്മാവിന്റെ ഏകദേശമാണോ, വികാരമാണോ, ശക്തിയാണോ, ഈ വിജ്ഞാനാത്മാവ് മറ്റെന്തെങ്കിലുമാണോ എന്നുള്ള ഈ കൽപ്പനകൾ, മാനസിക കൽപ്പനകൾ, സംശയങ്ങൾ, അതിനൊന്നും നിലനിൽക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? നിരവയവത്വ അഭ്യൂമയ, ആ പരമാത്മാവ് നിരവയവമാണ്, അംശങ്ങളല്ല. അതുകൊണ്ട് അതിൽ മറ്റ് കൽപ്പനകൾക്കൊന്നും നിലനിൽപ്പില്ല. അംശാദി ശ്രുതി സ്മൃതി വാദാശ്ച ഏകത്വാർത്ഥ. നേരത്തെ പറഞ്ഞു എന്താണോ, അംശാംശ കൽപ്പനകളെല്ലാം ഈ ഏകത്വത്തെ ദൃഢപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാണ്. അത് ഭേദപ്രതിപാദക, ഭേദത്തെ ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. വിവക്ഷിതാർത്ഥ ഏകവാക്യ യോഗ. കാരണം ഇവിടെ ഉള്ള വാക്യങ്ങൾക്കെല്ലാം ഏക വാക്യത്വമുണ്ട്. എന്ന് വെച്ചാൽ ഒരേ താല്പര്യത്തെ ഇത് പ്രദർശിപ്പിക്കുകയാണ്. എല്ലാ വാക്യങ്ങളും ഭേദത്തല്ല, അഭേദത്തെ, ഐക്യത്തെയാണ് കാണിക്കുന്നത്. നമ്മളിവിടെ ഉറപ്പിക്കുകയാണ്. എന്തൊക്കെ അനുഭവം ഉണ്ടായാലും ശരി, എല്ലാ അനുഭവത്തെയും ആ തത്വജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ കാണുന്നു. തത്വജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ ഈ എല്ലാ അനുഭവങ്ങളും കേവലമായ വ്യവഹാരം, സംവ്യവഹാരം, അതിനപ്പുറം അതിലൊന്നുമില്ല. സർവോപനിഷതാം പരമാത്മേകത്വ ജ്ഞാപനപരത്തെ അഥ കിമർത്ഥം തത് പ്രതികൂലാർത്ഥോ വിജ്ഞാനാത്മഭേദ പരികല്പിത കർമ്മകാണ്ഡ പ്രാമാണ്യ വിരോധ പരിഹാരായി തേകെ കർമ്മ പ്രതിപാദകാനി ഈ വാക്യാന്യ അനേക ക്രിയാകാരക ബലഭോക്തൃകർത്താശ്രയാണ് വിജ്ഞാനാത്മഭേദഭാവേ അസംസാരനേവ പരമാത്മനേകത്വേ കഥം ഇഷ്ടഫലാസു ക്രിയാസു പ്രവർത്തയേയുഃ അനിഷ്ടഫലാഭ്യോ വാ ക്രിയാഭ്യോ നിവർത്തയേയുഃ. തത്വം ആണ് പറയുന്നത്. അനുഭവം തത്വത്തിന്റെ അനുഭവമല്ല, പലതരത്തിലുള്ള അനുഭവങ്ങളാണ്. അദ്വൈതത്തിന്റെ അനുഭവമല്ല, ദ്വൈതത്തിന്റെ അനുഭവമാണ്. പറയുന്ന ഏകത്വ അനുഭവമല്ല, അഭേദാനുഭവമല്ല. ഭേദാനുഭവം നാനാത്വ അനുഭവമാണ്. അപ്പൊ സർവ്വസാധാരണമായിരിക്കുന്ന ഈ അനുഭവത്തിന്റെ പിറകെ പോണോ അതോ തത്വത്തിന്റെ പിറകെ പോകണോ? അല്ലെങ്കിൽ ശ്രുതി ആ തത്വത്തെയാണോ പ്രകാശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ നാനാത്വത്തെയാണോ? നാനാത്വം നിലനിൽക്കെ ആ നാനാത്വത്തിന് വിരുദ്ധമായ തത്വത്തെ എങ്ങനെ പ്രകാശിപ്പിക്കാൻ പറ്റും? കാരണം തത്വം സർവ്വസാധാരണമല്ല, നാനാത്വം സർവ്വസാധാരണമാണ്. സർവ്വസാധാരണമായ നാനാത്വത്തെയാണോ അംഗീകരിക്കേണ്ടത്, അതെ അത്യപൂർവമായിരിക്കുന്ന ഈ തത്വത്തെയാണോ? എന്നുവെച്ചാൽ ഒരാൾ ചിന്തിക്കും, എന്താണ് ഈ ലോകത്ത് ആരും തന്നെ ഈ തത്വത്തിന്റെ പിറകെ പോകുന്നു, പിന്നെ താനെന്തിനു പോകണം? അങ്ങനെ ചിന്തിക്കാമല്ലോ. തത്വത്തിന് പിന്നിൽ അപൂർവം പേരെ പോകുന്നു, നാനാത്വത്തിന് പിന്നിൽ എല്ലാവരും പോകുന്നു. അതിന് താൻ മാത്രം എന്തിനായി തത്വത്തിന്റെ പിറകെ പോകുന്നു? ശ്രുതി തത്വത്തെക്കാൾ കൂടുതൽ ബോധിപ്പിക്കുന്ന നാനാത്വത്തെയാണ്. അപ്പോൾ അതിനല്ലേ പ്രാമാണ്യം പറയുന്നത്, അതാ പറഞ്ഞു വരുന്നത്. സമാനം പറയുന്നതാണോ? ആ തത്വബോധം, പരമാർത്ഥബോധം, തന്നെ സംബന്ധിച്ചുള്ള പരമാർത്ഥബോധം, ആ പരമാർത്ഥബോധത്തിലൂടെ എല്ലാത്തിനെയും നോക്കിക്കാണുക. അപ്പോൾ പരിഹാരം വരും.
എന്നാൽ ദ്വൈതബോധത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ദ്വൈതത്തിന് പരിഹാരമാകത്തില്ല. തത്വബോധത്തിലൂടെ നോക്കുക, ഇവിടെ എല്ലാത്തിനും പരിഹാരമുണ്ട്. ആ തത്വബോധം നിലനിൽക്കുമ്പോൾ ദ്വൈതബോധത്തിന് അതിനെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. മറിച്ച് തത്വബോധം ദ്വൈതബോധത്തെ കൂടെ നിർത്തുകയും ചെയ്യും. കേവലം ഒരു വ്യവഹാരം എന്നുള്ളതാണെങ്കിൽ ദ്വൈതബോധത്തെ ആശ്രയിക്കാതെ തത്വജ്ഞന് വിവരിക്കാൻ കഴിയില്ല. അപ്പോൾ തത്വജ്ഞനും ആ ദ്വൈത വ്യവഹാരത്തെ കൂട്ടുപിടിക്കുകയാണ്, ദ്വൈതബോധത്തെ വ്യവഹാരത്തിന് വേണ്ടി. ഇവിടെ അടുത്ത് പറയുന്നതാണ് ഗുരു ശിഷ്യൻ തുടങ്ങി ഭേദത്തെ ആശ്രയിച്ചിട്ടാണ് ശാസ്ത്രം ഈ തത്വത്തെ വെളിപ്പെടുത്തുന്നത്. തത്വത്തിന്റെ ഒരു പോരായ്മയല്ല, മറിച്ച് അതാണ് തത്വത്തിന്റെ ബലം. ഇതിനെല്ലാം ആശ്രയിച്ചുകൊണ്ട്, ദ്വൈതത്തെ ആശ്രയിച്ചുകൊണ്ട് തത്വത്തെ വെളിപ്പെടുത്താൻ പറ്റുന്നു. തത്വത്തിന്റെ കഴിവാണത്. അത് ദ്വൈതത്തിന് കീഴ്പ്പെട്ടു പോകുന്നില്ല, ദ്വൈതം അതിനെ ബാധിക്കുന്നില്ല. മറിച്ച് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ദ്വൈതവും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. കാരണം തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഈ ദ്വൈതവും തത്വമാണ്. അപ്പൊ പിന്നെ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ എന്താവുള്ളത്? അതുകൊണ്ട് ആ ബോധത്തെ ദൃഢപ്പെടുത്താൻ വേണ്ടി വീണ്ടും ആ ചർച്ച ചെയ്ത് കിട്ടുകയാണ്. എങ്ങനെ ആ ബോധത്തെ ഉറപ്പിക്കാൻ, ദൃഢപ്പെടുത്താം? അപ്പോൾ ചിലർ പറയും, ശരിയാണ്, തത്വബോധം ഈ പറയുന്നത് തന്നെ അംഗീകരിക്കാം. പക്ഷേ ഈ ദ്വൈതത്തിന്റെ മുമ്പിൽ തത്വബോധത്തിന് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. ദ്വൈതം തത്വബോധത്തെ കീഴ്പ്പെടുത്തി കളയുകയാണ്. ദ്വൈതത്തിനാണ് പ്രാബല്യം വരുന്നത്. അപ്പോൾ ദ്വൈത വ്യവഹാരത്തിലേക്ക് പോകും. അപ്പോൾ ദ്വന്ദ്വത്തിന് കീഴ്പ്പെടുന്നു. സുഖദുഃഖാദികൾ, മാനാപമാനങ്ങൾ, കാമക്രോധങ്ങൾ, ഇതിനെല്ലാം കീഴ്പ്പെട്ടു പോകും. തത്വബോധം കൊണ്ട് ഇതിൽ നിന്ന് അതിജീവിക്കാൻ പറ്റും. തത്വബോധത്തിൽ ഇത് നിലനിൽക്കുന്നില്ല. ഇല്ലാത്തതിനെങ്ങനെ അതിജീവിക്കുന്നു? തത്വബോധം വരുന്നതുവരെയാണ് ഈ ദ്വന്ദ്വം നിലനിൽക്കുന്നത്, കാമക്രോധാദികളും മറ്റും. അപ്പൊ തത്വബോധത്തിൽ ഇതില്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെ അതിജീവിക്കേണ്ട കാര്യമില്ല. ഇതിന് ജയിക്കേണ്ട ആവശ്യം വരുന്നില്ല ബോധം കൊണ്ട്. അവിടെ അതില്ല. അതാണ് തത്വബോധം എന്ന് പറയുന്നത്. സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം എന്ന് പറയുന്നതാണ്. എന്നാലും വ്യവഹാരത്തിൽ ക്ഷുത്പിപാസാദികൾ, വിശപ്പും ദാഹവും ഒന്നും ബാധിക്കുമ്പോൾ തത്വബോധം കൊണ്ട് എങ്ങനെ അതിനെ നേരിടും? വിശപ്പിന് അന്നം വേണം, ദാഹത്തിന് ജലം വേണം. അതിനെ അതുകൊണ്ട് തന്നെ നേടാൻ പറ്റും. തത്വബോധം കൊണ്ട് അതിനെ നേടാൻ പറ്റും. ഇത് പ്രതീതിയാണെന്ന് പറഞ്ഞാൽ വിശപ്പ് മാറും, ദാഹം മാറും. അതാണ് നേരത്തെ പറഞ്ഞ സംവ്യവഹാര മാത്ര ആലംബനത്വം. വ്യവഹാരത്തിൽ ഉള്ള പ്രശ്നങ്ങൾക്ക് വ്യവഹാരത്തിലാണ് സമാധാനം. കാരണം വ്യവഹാരത്തിന്റെ നിയമങ്ങൾ തത്വജ്ഞാനത്തിന് അധീനമല്ല. അതുകൊണ്ട് വ്യവഹാരത്തിന്റെ നിയമങ്ങൾ അതിന്റെ വഴിക്ക് തന്നെ സഞ്ചരിക്കും. വിശപ്പ് മാറണമെങ്കിൽ അന്നം വേണം, ദാഹം മാറണമെങ്കിൽ ജലം വേണം. അത് വ്യവഹാര നിയമമാണ്. പറയുന്നത് എന്താണ്? വിശപ്പും ദാഹമൊന്നും ഇല്ലാതാക്കാൻ തത്വജ്ഞാനം കൊണ്ട് പറ്റും.
യോഗികൾക്ക് കഴിയുമെന്നാണ് പറയുന്നത്. വിശപ്പ് ദാഹമൊക്കെ ഇല്ലാതാക്കും. തത്വജ്ഞാനം കൊണ്ടും കഴിയും, ഒരു സംശയവും വേണ്ട. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല, വിശപ്പിന്റെയും ദാഹത്തിന്റെയൊക്കെ തത്വത്തെ മനസ്സിലാക്കുന്നു. ഇതിന്റെയൊക്കെ തത്വം എന്താണ്? തന്റെ സ്വരൂപമാണ്. അവിടെ ഇതൊന്നും നിലനിൽക്കുന്നില്ല. ഇങ്ങനെ തത്വബോധത്തിലൂടെ ഇതിനെ പരിഹരിക്കുന്നു. എന്താ അങ്ങനെയുള്ള തത്വബോധം കൊണ്ട് ഇത് മാറിപ്പോകും. അത് മുമ്പ് പറഞ്ഞു. എന്താണ് തത്വബോധം? ഇതിനെ മാറ്റാൻ വേണ്ടിയുള്ളതല്ല. അപ്പോ തത്വബോധമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തത്വബോധത്തെ ഇതെല്ലാം ബാധിക്കും, സുഖദുഃഖങ്ങൾക്ക് അടിപ്പെടും, തത്വബോധം നിഷ്പ്രയോജനമായി തീരും. ഉറക്കത്തിലോ സമാധിയിലോ കിട്ടുന്ന സുഖം തത്വബോധത്തിൽ കിട്ടത്തില്ല. അത് ശരിയാണ്. ഉറക്കത്തിലോ സമാധിയിലോ കിട്ടുന്ന സുഖം തത്വബോധത്തിൽ കിട്ടത്തില്ല. കാരണം സുഖം എന്ന് പറയുന്നത് ദുഃഖവിരോധിയാണ്. സുഖത്തെക്കുറിച്ചുള്ള സങ്കല്പമെല്ലാം ദുഃഖത്തിന് വിരോധിയായി വരുന്നതാണ്. ദ്വന്ദ്വത്തിന്റെ ഭാഗമാണ്. തത്വബോധത്തിൽ അവൻ ദ്വന്ദ്വത്തിന് അതീതനാണ്. ദ്വന്ദ്വ അതീതനായിരിക്കുന്ന ഒരുവന് തത്വബോധം കൊണ്ട് ദുഃഖത്തിൽ നിന്ന് നിവർത്തിക്കാനല്ല. സുഖവും ദുഃഖവും ദ്വന്ദ്വമല്ലേ? ദുഃഖം നിവർത്തിക്കാണ് സുഖമെന്ന് പറയുന്നത്. തത്വബോധത്തിൽ ദ്വന്ദ്വ അതീതനായിരിക്കുന്നു, സുഖദുഃഖ അതീതനായിരിക്കുന്നു. ആ ബോധം കൊണ്ട് തന്നെ അങ്ങനെയായിരുന്നു. ഞാൻ സുഖദുഃഖ അതീതനാണ് എന്നറിയുന്നു. അറിവ് താൻ സുഖദുഃഖത്തിന് അതീതനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അറിവുകൊണ്ട് തന്നെ സുഖദുഃഖം പോകും. അത് മുമ്പ് പറഞ്ഞു. എന്താണ് ആ സുഖദുഃഖത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. അജ്ഞനെ പോലെ ഭ്രാന്തമായ സുഖദുഃഖത്തെ കാണുകയാണെങ്കിൽ അതിനെ ഒഴിവാക്കാൻ കഴിയില്ല. മറിച്ചാണെങ്കിൽ കേവല സംവ്യവഹാരമാണ് എന്നുള്ള ബോധത്തിലാണെങ്കിൽ സുഖദുഃഖങ്ങൾ തന്നിലില്ല എന്ന് തന്നെയാണ് തത്വജ്ഞാനിയുടെ അനുഭവം. തന്നില്ലാത്തതെങ്ങനെ തന്നെ ബാധിക്കും. അപ്പോ അതിന്റെ ബാധ തന്നിൽ ഉണ്ടാകുന്നില്ല. അങ്ങനെ ആണ് തത്വബോധത്തിന്റെ നിലയെ വിശദീകരിക്കുന്നത്. സുഖദുഃഖാദികളെ നിവർത്തി നിത്യനിവൃത്തമായിരിക്കുന്ന സ്വരൂപത്തിൽ ഇനി എന്ത് നിവർത്തിക്കാനാണ്? നിത്യമുക്തമായിരിക്കുന്ന തന്റെ സ്വരൂപത്തിൽ ഇനി എന്തിൽ നിന്നുള്ള മുക്തി നേടാനാണ്? അതുകൊണ്ട് അത്തരം ആശങ്കകൾ, ദുഃഖനിവൃത്തി, സുഖപ്രാപ്തി, ഇവയെ സംബന്ധിച്ചുള്ള ആശങ്കകളെല്ലാം ആ ഭ്രാന്തിയിൽ നിൽക്കുമ്പോഴേ ഉള്ളൂ. ആ ഭ്രാന്തിയിൽ നിന്ന് മുക്തനായവന് വിവേകിക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളില്ല. അതുകൊണ്ടിവിടെ ആ ബന്ധത്തെ, തത്വജ്ഞാനവും വ്യവഹാര ബോധവും തമ്മിലുള്ള ആ ബന്ധത്തെ ഇവിടെ വിശദീകരിക്കുകയാണ്. അത് രണ്ടും ഇരുന്നോട്ടെ. ആ രണ്ടും അദ്വൈതത്തിൽ സമന്വയിക്കുന്നു. അദ്വൈത അനുഭവത്തിൽ അവിടെ പിന്നെ രണ്ടായത് നിൽക്കുന്നില്ല. അതിനുവേണ്ടി എന്ത് വേണം? ആ തത്വബോധത്തിന്റെ ദൃഢതയെ
അതുണ്ടാക്കിയെടുക്കണം. തത്വബോധത്തിൽ നിന്ന് സംശയാദികളെ ദൂരീകരിക്കണം. അതുകൊണ്ട് രണ്ടും തമ്മിൽ വിരോധത്തെ കാണേണ്ട കാര്യമില്ല. തത്വജ്ഞാനവും വ്യവഹാരവും കാണേണ്ട കാര്യമില്ല. അത് അജ്ഞനിലാണ് തത്വവും വ്യവഹാരവും തമ്മിൽ വിരോധം. കാരണം അവൻ ഭ്രാന്തനാണ്. തത്വജ്ഞൻ അതില്ല പറയുന്നു. ശിഷ്യൻ. ഓം ശാന്തി ശാന്തി ശാന്തി.